Good evening aspirants, welcome back to Xylem Banking. So read, analyze, vocab through editorials ന്റെ 12ാമത്തെ എപ്പിസോഡ് ആണ് ഇന്ന്. സോ എനിക്കൊപ്പം നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് തുടങ്ങണം. കാരണം ഇന്ന് നമ്മൾ പുതിയ 2 ദിവസത്തെ എഡിറ്റോറിയൽ പേപ്പേഴ്സിൽ എഡിറ്റോറിയൽ കോളംസ് ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല കോളംസ് ആണ്. സോ എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും എല്ലാം പറ്റുന്നു, എല്ലാം ക്ലിയർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും കമന്റ് ചെയ്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും, അതിപ്പോ UPSC, SSC, PSC അല്ലെങ്കിൽ ബാങ്കിങ് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ എഡിറ്റോറിയൽ കാണിച്ചിരുന്നുണ്ട്, അതിന്റെ സമ്മറി പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വൊക്കാബ്സിന്റെ കൂടെ സിനണിംസും ആന്റണിംസും മലയാളം ഇംഗ്ലീഷ് മീനിങ്ങും ഉൾപ്പെടെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കഴിവതും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യുക. പറ്റുന്ന എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആവുന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളും അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആസ്പിറന്റ് ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നിങ്ങളിത് പഠിക്കുക. കാരണം കഴിഞ്ഞ കുറേ നാൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന Xylem RAVEൽ ഒരുപാട് എഫക്റ്റീവ് ആയിരുന്നു എന്നും എക്സാമിന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടായിരുന്നു എന്നും കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് എ വെരി വെരി ബിഗ് അച്ചീവ്മെന്റ് ഫോർ മീ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇത് യൂസ്ഫുൾ ആക്കി, ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ. സോ പിന്നെ Xylem ബാങ്കിങ് ആയിട്ട് റിലേറ്റഡ് ചെയ്ത കോഴ്സസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഈ കാണുന്ന യൂട്യൂബിന്റെ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു ഫോം ഇട്ടിട്ടുണ്ട്, ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഗൂഗിൾ ലിങ്ക്. നിങ്ങൾക്ക് ആ ഫോം ഫിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് വിളിക്കുന്നതായിരിക്കും, നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സോ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ചസ് ഫിൽ ചെയ്യുക, ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ആ ഫോം ഒന്ന് ഫിൽ ചെയ്തേക്കാം. ഓക്കെ. സോ ഹായ് എവരിവൺ, ഹായ് മിനി, ഹായ് ഭാവന, ഹായ് രേവതി, അശ്വതി, അതുൽ, ഹായ് ടു വൺ ആൻഡ് ഓൾ. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. 31 ദീപാവലിയും അതിനുശേഷം കേരള പിറവിയുമായിരുന്നു. അപ്പോൾ ഈ 2 ദിവസം വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ദീപാവലിക്ക് അടുത്ത ദിവസം ന്യൂസ് പേപ്പർ ഉണ്ടാവില്ല. സോ 1-ാം തീയതി നമുക്ക് ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നില്ല. സോ 31ന്റെയും 2ന്റെയും ന്യൂസ് പേപ്പേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും മികച്ചതായി എനിക്ക് തോന്നിയ കോളംസും അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് പാസേജസ് പ്ലസ് ക്ലോസ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഓരോ വൊക്കാബ്. പിന്നെ വൊക്കാബ് പലരും എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, മിസ്സേ ടെലഗ്രാമിൽ വന്നിട്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം, മിസ്സേ വളരെ എളുപ്പമുള്ള വേർഡ്സ് ആണ് മിസ് ഇങ്ങനെ കാണിക്കുന്നത്, കുറച്ച് ടഫായിട്ടുള്ള വേർഡ്സ് തരുമോ, കാരണം എളുപ്പമുള്ളതൊക്കെ തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും ഞങ്ങൾ ഒപ്പിക്കാറുണ്ട്, കുറച്ച് കട്ടിയുള്ള വാക്കുകൾ വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മീനിങ്ങും സിനണിംസും ആന്റണിംസും ആണ് കിട്ടാത്തത്, മിസ് അതൊന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ നേരത്തെ ഒരു എഡിറ്റോറിയൽ നിന്ന് മാത്രമാണ് വേർഡ്സ് എടുത്തിടുന്നത്. ഇപ്പോൾ ആക്ച്വലി ആസ് എ ഹോൾ ന്യൂസ് പേപ്പർ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ ഞാൻ ന്യൂസ് പേപ്പർ നോക്കിയിട്ട് ആ ന്യൂസ് പേപ്പർ കംപ്ലീറ്റ്, അത് 31-ാം തീയതി ന്യൂസ് പേപ്പറിന്റെ ഫുൾ ലെങ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന വേർഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും. അത്യാവശ്യം നല്ല കട്ടിയുള്ള വാക്കുകളും അതിന്റെ മീനിങ്സ്, മലയാളം മീനിങ്സ് ഉണ്ട്, ഇംഗ്ലീഷിന്റെ മീനിങ്ങും ഉണ്ട്. പിന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നേരത്തെ ടോപ്പിക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാലും ടൈം കിട്ടുന്നില്ല വായിക്കാൻ എന്നുള്ള കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ആ കംപ്ലൈന്റ് ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. കാരണം ഇത്തവണ മുതൽ എഡിറ്റോറിയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാസേജ്, അത് തന്നെയാണ് പാസേജ് രൂപത്തിൽ ഞാൻ താഴെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പാസേജ് വായിച്ച് തന്നെ ശരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് എന്തായാലും ഒട്ടും ലേറ്റ് ആക്കണ്ട, നേരെ പോവാം. പിന്നെ ഇത്രയും കുറച്ച് സംസാരിച്ചത് വേർന്നും കൊണ്ടല്ല, നമുക്ക് കുറച്ച് എഡിറ്റോറിയൽ കോളംസ് ചെയ്യുന്നുള്ളൂ. അത് വളരെ രസകരമായിട്ട് വായിച്ച് തീർക്കാം എന്നുള്ളത് കൊണ്ടാണ് അല്പം ഇൻട്രൊഡക്ഷൻ ടൈം എടുത്തത്. ശരി, എന്നാൽ സ്റ്റാർട്ട് ചെയ്താലോ. ദിസ് ഇസ് ദ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന എഡിറ്റോറിയൽ കോളം ഇതാണ്, സൺ സയൻസ് എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ആസ്ട്രോളജി അല്ലെങ്കിൽ ആസ്ട്രോളജിക്കലി എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യമാണെന്ന് പലരും സ്കിപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉള്ള ഒരു കോളമാണിത്. പക്ഷേ തൊട്ട് താഴത്തത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല. ശ്രദ്ധിച്ചോ, സ്റ്റേറ്റ്സ് ഷുഡ് പ്രിപ്പയർ ടു അസിസ്റ്റ് ദി വൾണറബിൾ ഡ്യൂറിംഗ് എക്സ്ട്രീം ഹീറ്റ് ഇവന്റ്സ്. അപ്പം നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ നടക്കുന്ന ഒരു നിങ്ങൾ ആലോചിക്കുക, ഒരു സമയം ഭയങ്കരമായ മഴ, അടുത്ത മൊമെന്റിൽ ഭയങ്കരമായ വെയില്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഒരു കാലഘട്ടത്തിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, ജൂൺ 1 മുതൽ മഴയായിരിക്കും, ജൂണിൽ കംപ്ലീറ്റ്ലി മഴയുടെ സമയമാണ്, മാർച്ചിൽ ഭയങ്കര വെയിലായിരിക്കും, സമ്മർ വെക്കേഷൻ കിട്ടുന്ന സമയമുണ്ട്, എക്സാം കഴിഞ്ഞോടനെ നമുക്ക് സമ്മർ വെക്കേഷൻ കിട്ടുന്നു, അതിന് റെയിനി സീസൺ തുടങ്ങുന്നു. അപ്പൊ എല്ലാ ഏകദേശം നമുക്കുള്ള സീസൺസ് വ്യക്തവും കൃത്യവുമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റുമോ? ഇല്ല. ഇപ്പം നമുക്ക് കംപ്ലീറ്റ്ലി എന്താണ്, ഭയങ്കര ഒരു ഒട്ടും എന്താ പറയാ, പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ഒട്ടും കറക്റ്റ് ഓർഡറിൽ പോലും അല്ല. ഓർഡർ നമുക്ക് പണ്ടും ഇല്ല, എന്നാൽ നമുക്ക് പിന്നെയും പറയാൻ പറ്റും മഴ പെയ്യാണ്, വെയിലുണ്ടെന്ന്. ഇപ്പൊ ഒരേ ദിവസം തന്നെ വെയിലും ഒരേ ദിവസം തന്നെ മഴയുമാണ്. ഇപ്പൊ രാവിലെ ഭയങ്കരമായി ചൂടാണെങ്കിൽ വൈകിട്ട് തകർത്തൊരു മഴ ഉണ്ടാവും. ഇനി രാവിലെ തകർത്തൊരു മഴയാണെങ്കിൽ ഉച്ചയാകുമ്പോൾ ഭയങ്കര വെയിലും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു ഷിഫ്റ്റ്, സീസണിലുള്ള ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലൈമറ്റ് വേരിയേഷൻസ് വരാനുള്ള കാരണം ആക്ച്വലി എന്താണ്?
ഈ എക്സ്ട്രീം ഹീറ്റ് ഇവന്റിന്റെ റീസൺ എന്താണ്? ഇതൊക്കെയാണ് ഈ ഒരു കോളത്തിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്നത്. ആൻഡ് the World Meteorological Organization declared that 2023 was the hottest year on record. Hottest year on record 2023 ആണെന്ന് വേൾഡ് മെറ്റീരിയോളജിക്കൽ സെന്റർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓർഗനൈസേഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട കോളം. ഓക്കെ, സോ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ പോവാണ്, സോ ദാറ്റ് നിങ്ങൾക്ക് ഇത് പ്രോപ്പർ ആയിട്ട് വായിക്കാൻ പറ്റാൻ വേണ്ടി. ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും, നിങ്ങളുടെ കൂടെ വായിച്ച് സമ്മറി പറഞ്ഞു തരുന്നതായിരിക്കും. ശ്രദ്ധിക്കാം. Extreme heat events have become increasingly common due to climate change. ഇപ്പൊ ഭയങ്കരമായ ഈ ഹീറ്റ് ഇവന്റ്സ് കൂടുതലാണ്. നമുക്ക് സൺബേൺ എന്ന് പറയുന്ന ഒരു വലിയ ഇഷ്യൂ നമുക്ക് ഉണ്ടാവാറുണ്ട്. പലർക്കും കയ്യിലും കാലിലും മുഖത്തും എല്ലാം വല്ലാത്ത പാടുകളും പൊള്ളലുകളും ഒക്കെ വരാൻ തുടങ്ങി. അത്രയും ഹീറ്റ് ഉണ്ട്. സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുതെന്നാണ് നമ്മൾ ഏതൊരു TV യൂട്യൂബ് ആഡ് എടുത്താലും നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. പോസിംഗ് സിഗ്നിഫിക്കന്റ് ഹെൽത്ത് റിസ്ക് പെർട്ടിക്കുലർലി ഫോർ വൾണറബിൾ പോപ്പുലേഷൻ. പെട്ടെന്ന് തീരെ ഇമ്മ്യൂണിറ്റി ചെയ്ത പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഈ സൺബേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഇഷ്യൂ. ആക്ച്വലി സൺബേൺ മാത്രമല്ല പല തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവാറുണ്ട്. ദിസ് പോപ്പുലേഷൻ ഇൻക്ലൂഡ് എൽഡർലി, children, individuals with pre-existing medical conditions. Already medically ഇല്ലായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വയ്യാത്ത ആളുകൾക്ക്, വളരെ പ്രായം ചെന്നവർക്ക്, വളരെ പ്രായം കുറഞ്ഞവർക്കുമാണ് ഏറ്റവും കൂടുതലും ഹീറ്റ് ഇവന്റ്സ് കാരണമുള്ള അസുഖങ്ങൾ. അത് കുഴഞ്ഞു വീഴുക, അത് നമ്മൾ പലപ്പോഴും പത്രത്തിൽ നമ്മൾ മലയാള മനോരമയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നതാണ്. പലർക്കും മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ ചരമക്കോളവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻസിഡന്റുകളും വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അതിനുള്ളിൽ എന്താ പറയുന്നത്, ചുടുവെയിലത്ത് നടന്നു പോയ വയോധിക തളർന്നു വീണു, അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള ന്യൂസ് പേപ്പർ ക്ലിപ്സ് നമ്മൾ വായിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഹു ആർ ഓഫൻ ലെസ് ഏബിൾ ടു കോപ്പ് വിത്ത് ഹൈ ടെമ്പറേച്ചർ. നമുക്ക് തന്നെ ഇപ്പൊ പറ്റുന്നില്ല അല്ലെ, ഒരു അസുഖവും ഇല്ല, പെർഫെക്റ്റ്ലി ഹെൽത്തി ആണെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം ചൂട് നമ്മളെ കൊണ്ട് താങ്ങാനായിട്ട് പറ്റില്ല. നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നു. വി ആർ വെരി നമുക്ക് എങ്ങനെയല്ലോ ഒന്ന് ഏസിക്കകത്ത് കയറണം അല്ലെ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല ആൾക്കാരും ജസ്റ്റ് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് ഓടിക്കയറി കുറച്ചു നേരം അതിനകത്തുനിന്ന് കുറച്ച് നേരം AC കൊണ്ടിട്ട് തിരിച്ച് ഓടി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്, അത്രയും ഹീറ്റ് ഇവന്റ്സ് നമുക്ക്, അത്രയും ടെമ്പറേച്ചർ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ ക്ലൈമറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. As heat waves become more frequent and severe, the role of state assistance is critical in mitigating the adverse effect on public health. Public health ne മുന്നോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്ന ആ സിവിയർ ഹീറ്റ് ഇവന്റ്സിനെ നമ്മൾ എന്താ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് അസിസ്റ്റൻസ് വളരെ ക്രിട്ടിക്കൽ ആണെന്നാണ് പറയുന്നത്. ഡ്യൂറിംഗ് എക്സ്ട്രീം ഹീറ്റ് ഇവന്റ്സ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആർ ടാസ്ക്ഡ് വിത്ത് ഇംപ്ലിമെന്റിംഗ് എമർജൻസി റെസ്പോൺസ് മെഷർ. എമർജൻസി റെസ്പോൺസ് മെഷർ ഉറപ്പായിട്ട് നമ്മുടെ സ്റ്റേറ്റ്, അത് നമ്മുടെ സ്റ്റേറ്റ് ഇങ്ങനെ ഒരു വലിയ, ഇത് ആക്ച്വലി ഒരു വലിയ ക്രൈസിസ് ആവാൻ ചാൻസ് ഉള്ള ഒരു പ്രശ്നമാണ്. അപ്പം നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ എമർജൻസി റെസ്പോൺസ് മെഷർ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ക്യാൻ ഇൻക്ലൂഡ് ഓപ്പണിംഗ് കൂളിംഗ് സെന്റേഴ്സ് വെർ ഇൻഡിവിജ്വൽസ് ക്യാൻ ഫൈൻഡ് റിലീഫ് ഫ്രം ഹീറ്റ്. പണ്ട് കാലങ്ങളിൽ സത്രം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് നടന്നു പോകുന്നവർക്ക് വെള്ളം കുടിക്കാനും തണലായിട്ട് കയറിയിരിക്കാനും വിശ്രമിക്കാനും പറ്റുന്ന ഓരോ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് അറിയാം, ദർ ഇസ് എ വെയിറ്റിംഗ് റൂം ഒരെണ്ണം ഉണ്ട്, പിന്നെ AC വെയിറ്റിംഗ് റൂമും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും ആളുകൾ 30 രൂപയിലെ പോട്ടെ, ഈ ചൂടത്ത് എന്തിനാ ഇതിന്റെ പുറത്ത് നിൽക്കുന്നത്, ഇത്രയും വേർക്കുന്നതെന്ന് വെച്ചാൽ ഓടിപ്പോയിട്ട് AC വെയിറ്റിംഗ് റൂംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ തന്നെ ഭയങ്കര കൺജഷൻ വരുന്ന പല സാഹചര്യങ്ങളും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവം, നമുക്ക് അങ്ങനെ ഒരു റിലീഫ് സ്പോട്ട്, അത് ഭയങ്കരമായിട്ട് നമുക്ക് ചൂടെടുത്ത് നിൽക്കുമ്പോൾ ഒരല്പം വെള്ളം കുടിക്കാനാണെങ്കിൽ ഒന്ന് കയറി നിന്നിട്ട് ഒരല്പം ഹീറ്റിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടിംഗ് ബോട്ടിൽഡ് വാട്ടർ, എൻഷുറിംഗ് ടു മെഡിക്കൽ സർവീസ്, വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഇപ്പം നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വാട്ടർ കൂളേഴ്സ് വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട്. അല്ലെ, ചില അമ്പലങ്ങളുടെയും പള്ളികളുടെയും മോസ്കുകളുടെയും ഫ്രണ്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വളരെയധികം പ്രത്യേകിച്ച് നമ്മൾ പറയില്ലേ കുഞ്ഞു കിളികളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ നമ്മൾ വെള്ളം ഒരു ചെറിയ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ. So that is good. Public health campaigns are also vital in educating community about the dangers of heat exposure, promoting preventive measures such as staying hydrated, avoiding outdoor activities during peak hours. അത് 12, 1 മണി 2 മണി സമയത്ത് ഭയങ്കര പീക്ക് അവേഴ്സിലൊക്കെ കുട്ടികളെ കളിക്കാൻ പുറത്തു വിടാതിരിക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ എവിടെയല്ലേ കളിക്കാൻ പുറത്തു പോകുന്നത്? മോസ്റ്റ് ഓഫ് ദം ആർ പ്ലേയിങ് വീഡിയോ ഗെയിംസ് അറ്റ് ഹോം ഓർ in front of the screen, but that is okay, that is how the generation goes. നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പുറത്തേക്ക് വിടാതിരിക്കുക, പുറത്ത് ട്രാവൽ ചെയ്യുന്ന ഒഴിവാക്കുക, പീക്ക് അവേഴ്സിൽ എപ്പോഴും കുറച്ച് ഷെയ്ഡ് ഉള്ളിടത്ത് തന്നെ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്ത് അവർക്ക് അവയർനെസ് കൊടുക്കുക, എന്താണ് ഈ ഹീറ്റ് എക്സ്പോഷർ. കുറെ ആൾക്കാർക്ക് ഇത് അറിയില്ല, കുറെ ആൾക്കാർ വളരെ നോർമൽ, ഇത് വെയിൽ കൊള്ളുന്നതല്ലേ, വലുതായിട്ടൊന്നും സംഭവിക്കില്ല.
ഡീഹൈഡ്രേഷൻ വരിക, തളർന്നു പോവുക, ഇതെല്ലാം ഈ ഹീറ്റ് എക്സ്പോഷറിന്റെ ഒരു വലിയൊരു കാര്യം. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നിങ്ങൾ പലരും പുറത്തൊക്കെ പോകുമ്പോൾ യു ഗൈസ് വുഡ് ഹാവ് ഫീൽ ദ സെയിം. ഭയങ്കരമായിട്ട് വെള്ളം ദാഹിക്കുന്ന പോലെ, തൊണ്ട വരണ്ടു പോകുന്ന പോലെ, നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കോർ ചെയ്താൽ തന്നെ അവിടെ ഫുൾ വൈറ്റ് കളറിൽ ഇങ്ങനെ പാട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. So, in addition to immediate response, long-term strategies are essential for addressing impact of climate change. ഇങ്ങനെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് മാത്രം പോരാ, നമ്മൾ ലോങ് ടേം സ്ട്രാറ്റജീസ് ഉണ്ടാക്കണം, കാരണം അത്രമാത്രം ക്ലൈമറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് ഇംപ്രൂവിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് എസ് ക്രിയേറ്റിംഗ് മോർ ഗ്രീൻ സ്പേസ്, എൻഹാൻസിംഗ് റെസിലിയൻസ് ഓഫ് ബിൽഡിംഗ് ടു വിത്ത്സ്റ്റാൻഡ് ഹീറ്റ്. ഇടയ്ക്ക് മിയാസാക്കി ഫോറസ്റ്റ് പ്രോജക്റ്റ് ഒക്കെ ഉണ്ടാകുന്നത്, ചെറിയ മൈക്രോ ഫോറസ്റ്റ് 10x ഫാസ്റ്റർ ഗ്രോ ചെയ്യുന്ന ഫോറസ്റ്റ് ബിൽഡ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന്. അതുപോലെ എന്തെങ്കിലും തണൽ തരുന്ന കൂളിംഗ് എഫക്റ്റ് ഉള്ള കുറച്ച് പ്രൊജക്റ്റുകൾ കൊണ്ടുവരിക, അതൊക്കെ ചെയ്യുക, അതൊക്കെ ലോങ് ടൈം പ്ലാൻ ആയിട്ട് ചെയ്യാന്നാണ് പറയുന്നത്. കൊളാബറേഷൻ വിത്ത് ഗവൺമെന്റ് ഏജൻസീസ്, ലോക്കൽ ഓർഗനൈസേഷൻ, കമ്മ്യൂണിറ്റി മെമ്പർ ഈസ് നെസസറി ടു ഡെവലപ്പ് എഫക്റ്റീവ് പ്ലാൻസ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ഓൾ സിറ്റിസൻസ്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഹെൽത്തും സേഫ്റ്റിയും എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. ബൈ പ്രയോറിറ്റൈസിംഗ് സ്റ്റേറ്റ് അസിസ്റ്റൻസ് ഡ്യൂറിംഗ് ഹീറ്റ് events, government can safeguard vulnerable population, promote overall public health. The actions taken today will determine the community's ability to cope with rising temperature of tomorrow. അപ്പോൾ എന്താണ് മൊത്തത്തിൽ പറയുന്നത്? അപ്പം നമ്മൾ ഇപ്പോഴേ വേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളത്തേക്കുള്ള അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. നമ്മൾ നടന്നു പോകുന്ന, ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പലരും റോഡ് വികസിപ്പിക്കുമ്പോൾ എന്തുണ്ടാവും, മരങ്ങൾ പോകും. പക്ഷെ അതിനുപോലെ മരങ്ങൾ, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, മരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെന്ന് അതിൻ്റെ താഴെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, അതും ഭയങ്കരമായ വെയിലിൽ നിൽക്കുന്ന സുഖം വളരെയധികമാണ്. അപ്പം റോഡ് വികസിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എവിടെയെങ്കിലും ഇപ്പോൾ ഈ എഡിറ്റോറിയൽ പറയുന്ന പോലെ ഒരു ചെറിയ വിശ്രമിക്കാനുള്ളൊരു സ്പേസ്, ഒരു ഷെഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും ഫോർ ദ പീപ്പിൾ ഹു ആർ ഔട്ട്സൈഡ് ദ പീക്ക് അവേഴ്സ്, അല്ലേ? അതുപോലെ കുടിവെള്ളം കൊടുക്കുക, അതുപോലെ കംപ്ലീറ്റ്ലി നല്ലപോലെ എൻഷുർ ചെയ്യുക ദാറ്റ് കമ്മ്യൂണിറ്റി ന്യൂസ് വാട്ട് ഇസ് ഹാപ്പനിങ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അറിയണം ഇത് എന്താണ്. സോ ഇതാണ് ഈ എഡിറ്റോറിയൽ കോളം പറയുന്നത്. ഇതിലേക്ക് ഇൻ ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല, ഞാൻ ഒരു സമ്മറി തന്നിട്ടുണ്ട്, പാസേജ് നിങ്ങൾക്ക് ഫുൾ വായിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ അപ്പം തന്നെ കമന്റ് ചെയ്യുക, then we'll go to the next. Okay? The first question, what is the main focus of the passage? പെട്ടെന്ന് പറഞ്ഞേ, A, B, C, D. The history of climate change, the health risk of extreme heat and the need for state assistance, how to create cooling centers, the characteristics of vulnerable populations. പെട്ടെന്ന് പറഞ്ഞേ, സ്പീഡിൽ ചടപടാന്ന് പറഞ്ഞ ആൻസർ വരട്ടെ. I know you guys are waiting for the questions. കറക്റ്റായിട്ട് സമ്മറി തന്നിട്ടുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആതിരയുടെ ആൻസർ ഞാൻ കണ്ടു. കമോൺ, ബാക്കിയുള്ളവരുടെ പെട്ടെന്ന്. വെരി ഗുഡ്. രേവതി, ശരത്, അശ്വതി, വെരി ഗുഡ്. അതുൽ, വെരി ഗുഡ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ സ്പീഡിൽ ആൻസർ ചെയ്യാൻ പറ്റണം. ദ ഹെൽത്ത് റിസ്ക് ഓഫ് എക്സ്ട്രീം ഹീറ്റ് ആൻഡ് ദ നീഡ് ഫോർ സ്റ്റേറ്റ് അസിസ്റ്റൻസ് ആണ് നമ്മുടെ മെയിൻ ഫോക്കസ് ഓഫ് ദി പാസേജ്, അല്ലേ? രണ്ടാമത്തത്, വിച്ച് ഗ്രൂപ്പ്സ് ആർ ഐഡന്റിഫൈഡ് ആസ് വൾണറബിൾ ടു എക്സ്ട്രീം ഹീറ്റ് ഇവന്റ്സ്. ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ഈ ഹീറ്റ് ഇവന്റ്സ് സഹിക്കുന്നു അല്ലെങ്കിൽ വൾണറബിൾ ആണെന്ന് തോന്നുന്നത് ആരൊക്കെയാണ്? Teenagers and athletes, the elderly, children, those with health conditions, office workers, people living in rural areas. People living in rural areas, I think they are kind of very like they know what is happening. അവർ ഭയങ്കര സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം they have trees all around, they have water sources, അല്ലേ? So the elderly, children and those with health conditions. Very good guys. Going to the third question. ഇതേ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ പടപടാന്ന് പറഞ്ഞ് നമുക്ക് എഡിറ്റോറിയൽസ് കംപ്ലീറ്റ് ചെയ്യാം. Very good. What are some of the emergency measures that state government should implement during extreme heat events? ഏതൊക്കെ മെഷേഴ്സ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഹീറ്റ് ഇവന്റ്സിന്റെ സമയത്ത്? നോക്കിയേ, ഓപ്പണിംഗ് കൂളിംഗ് സെന്റേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ബോട്ടിൽ വാട്ടർ, പ്രൊവൈഡിംഗ് എയർ കണ്ടീഷൻഡ് കാർസ്, പ്രൊമോട്ടിംഗ് ഔട്ട്ഡോർ സ്പോർട്സ് ഇവന്റ്സ്, ക്ലോസിംഗ് സ്കൂൾസ് ഫോർ ദി സമ്മർ. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞേ. അല്ലെങ്കിലും സമ്മർ സീസണിൽ എന്താണ്, നമുക്ക് സ്കൂളുകൾ ഉണ്ടാവാറില്ല, അല്ലേ? നമുക്ക് ഇവിടെയൊക്കെ സമ്മർ വെക്കേഷൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ പിള്ളേർ പണ്ടൊക്കെ, ഇന്നത്തെ കാലത്ത് എനിക്കറിയില്ല, പണ്ടൊക്കെ പിള്ളേർ സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഗ്രൗണ്ടിലായിരിക്കും ഓടിക്കളി. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു സമയമാണ് ഈ സമ്മർ വെക്കേഷൻ, അല്ലേ? നമുക്ക് എല്ലാവരും ഗ്യാങ് ആയിട്ട് എല്ലാവരും കൂടെ പറമ്പിൽ ഓടിക്കൂടുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, സാറ്റ് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നു, കുട്ടിയും കോലും കളിക്കുന്നു, അല്ലെങ്കിൽ തൊട്ട് കളിക്കുന്നു, അങ്ങനെ ഭയങ്കര ഡിഫറെൻറ്റ് ഗെയിംസ് കളിക്കുന്നു. എപ്പോഴും അവിടെ അവസാനം വലിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വീട്ടുകാർക്ക് ഉണ്ടാവാറുണ്ട്. ഒരു ഉടുപ്പിട്ട് വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആ ഉടുപ്പിൽ കംപ്ലീറ്റ്ലി ചേറും ചെളിയും ഒക്കെ ആയിട്ടിരിക്കും വരുന്നത്. പക്ഷെ they will sweat, they will play around, they knew how life was without social media and stuff, അല്ലേ? So that was a very beautiful era of life എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇവിടുത്തെ ആൻസർ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഓപ്പണിംഗ് കൂളിംഗ് സെന്റേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് bottled water. Going to the next one. According to the passage, why are the public health campaigns important during heat waves? എന്തുകൊണ്ട് പബ്ലിക് ക്യാമ്പയിൻസ് വേണമെന്ന് പറയുന്നു? സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആൻസർ. They entertain the community, they educate people on the dangers of heat exposure, they promote outdoor activities, they focus on fundraising for climate change. Climate change വേണ്ടി നമ്മൾ ഫണ്ട് ചെയ്തിട്ട് കാര്യമില്ല. I think globally fundraising നടക്കുന്നുണ്ട്, but അത് എന്ന് എഫക്റ്റീവ് ആവും നമുക്കറിയില്ല. They educate people on
ഡേഞ്ചേഴ്സ് ഓഫ് ഹീറ്റ് എക്സ്പോഷർ. ശരിക്കും എല്ലാവർക്കും ഒന്നും അറിയില്ല. നമ്മൾ വെയിലത്ത് ഇറങ്ങരുതെന്ന് പലരോട്, ഇപ്പൊ മുതിർന്ന ആൾക്കാരോടൊക്കെ നമ്മൾ വെയിലത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അവരുടെ കുട ഉണ്ടല്ലോ പിന്നെന്താണ്. ആക്ച്വലി കുട എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ട് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തൊന്നും വരില്ല അല്ലേ. So that is a big problem. ഇനി what long term strategies are suggested for coping with extreme heat? Long term strategies എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? Increasing the number of outdoor events, building more shopping malls, creating more green space and improving infrastructure, restricting water use in home. ഡിലീറ്റ് ചെയ്ത് വളരെ എളുപ്പമുള്ള ഭയങ്കര സിമ്പിൾ ഓപ്ഷൻസ് ആണ്. സോ പെട്ടെന്ന് പറഞ്ഞേ ഏതാണ് ആൻസർ? ക്രിയേറ്റിംഗ് മോർ ഗ്രീൻ സ്പേസ് ആൻഡ് ഇംപ്രൂവിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് എഡിറ്റോറിയലിന്റെ സമ്മറി കഴിഞ്ഞു. എഡിറ്റോറിയലിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിരുന്നത്. ആ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. നമ്മളിനി നേരെ പോകുന്നത് അടുത്തതാണ്, ഇമ്പോർട്ടിംഗ് ടോക്സിക് വർക്ക് കൾച്ചർ ഇൻ ഇന്ത്യ. റീസെന്റ് നമ്മൾ വേറെയും ന്യൂസ് പേപ്പറിലൂടെ അറിഞ്ഞ കുറച്ച് വിഷയങ്ങളാണ്. വർക്ക് പ്രഷർ താങ്ങാനാവാതെ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുകൾ ഭയങ്കരമായ മെന്റൽ ഡിപ്രഷനിലേക്ക് പോകുന്നു, ഭയങ്കര ഡിപ്രഷൻ അനുഭവിക്കുന്നു എന്നൊക്കെ. ശരിക്കും ഈ വർക്ക് കൾച്ചർ എവിടെ നിന്ന് വന്നു? കാരണം പണ്ട് ഒരു സമയം വരെ ജോലിക്ക് പോവുക, വൈകിട്ട് തിരിച്ചു വരിക, മക്കളുടെയും വീട്ടുകാരുടെ ഒന്ന് ചില്ല് ചെയ്യുക, സാറ്റർഡേ സൺഡേ കുട്ടികളെ കൊണ്ട് പുറത്ത് പോവുക, കടപ്പുറത്ത് പോവുക, നല്ല ഫുഡ് കഴിക്കുക, ഒരു പടത്തിന് പോവുക എന്നൊക്കെ പറഞ്ഞ് വളരെ എൻജോയ് ചെയ്ത ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വർക്കിന് മുകളിൽ വർക്കായി പ്രഷർ ആവുന്നുണ്ടോ? അങ്ങനെ ഒരു കോളമാണിത്. സോ നമുക്ക് ഈ കോളത്തിൽ എന്താ പറയുന്നത് രണ്ടായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. രണ്ട് സൈഡും വായിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ. ഇൻ റീസെന്റ് ഇയർ കോർപ്പറേറ്റ് ലാൻഡ്സ്കേപ്പ് ഇൻ ഇന്ത്യ ഹാസ് ബീൻ ഇൻക്രീസിംഗ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ global business practices. While the globalization has brought many benefits, it has led to importation of toxic work culture that prioritize profit over employees' well-being. അതായത് നമ്മൾ പറയില്ലേ, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന ഒറ്റ മോട്ടീവില് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ വെൽബീങ് നോക്കാതെ, അറ്റ്ലീസ്റ്റ് ദേ ആർ സഫറിങ്, ആർ ദേ ഓക്കെ. അതായത് നമ്മൾ ഒരാൾ ജോലി ചെയ്യണം, ഒരാൾ 8 മണിക്കൂർ ജോലിയാണ്, ഓഫ് കോഴ്സ് ദാറ്റ് പേഴ്സൺ നീഡ്സ് റെസ്റ്റ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ പണി എടുക്കരുത്. പേഴ്സണൽ ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് ഷുഡ് ബി ദെയർ അല്ലേ. വീട്ടിലെ ജോലി സ്ഥലത്തെ ടെൻഷൻ മുഴുവൻ വീട്ടിൽ കൊണ്ടുപോയി അടി ഉണ്ടാക്കരുത്, വീട്ടിലുള്ള പ്രശ്നങ്ങൾ ജോലി സ്ഥലത്തും കൊണ്ടുവരരുത്. ദേ ആർ ബോത്ത് ഡിഫറെന്റ് സൈഡ്സ് ഓഫ് ദ സ്റ്റോറി, അല്ലെങ്കിൽ ഒരു കോയിന്റെ രണ്ട് സൈഡുകളാണത്. സോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാ പറയുന്നത്. മെനി ഓർഗനൈസേഷൻ ഹാവ് അഡോപ്റ്റഡ് അഗ്രസീവ് പെർഫോമൻസ് മെട്രിക്സ്, ഹൈ പ്രഷർ എൻവയോൺമെന്റ് resign of some western corporate models, often at the expense of mental health and job satisfaction. തീരെ ഹായ് അജയ്, ഗുഡ് ഈവനിങ്. തീരെ ആർക്കും തന്നെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് വർക്ക് പ്രഷർ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു ശരിക്കും പെർഫോമൻസ് പ്രോഗ്രസ് ചെയ്തത് ഒരാളുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട് അയാളെ ബൂസ്റ്റ് ചെയ്യാതെ അയാളെ കൊണ്ട് ഇരട്ടി പണി എടുപ്പിക്കുന്ന ഒരു വർക്ക് കൾച്ചർ ശരിക്കും പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ വർക്ക് കൾച്ചർ ആയിട്ടാണ് പറയപ്പെടുന്നത്. ദ ഷിഫ്റ്റ് ഹാസ് റിസൾട്ടഡ് ഇൻ വർക്ക് പ്ലേസ് കൾച്ചർ ക്യാരക്ടറൈസ്ഡ് ബൈ ലോങ് അവേഴ്സ്, അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ, ലാക്ക് ഓഫ് സപ്പോർട്ട് ഫോർ എംപ്ലോയീസ്. അത് റോബോട്ടുകളെ കൊണ്ടൊക്കെ പണി എടുപ്പിക്കില്ല, ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കുക. മറ്റേ ഏത് സിനിമയാണ്, നമ്മുടെ ദിലീപും ആയിട്ട് ഒരു സിനിമയുണ്ട്, പഞ്ചാബി ഹൗസ്. ആ സിനിമയിൽ ഒരു പോയിന്റ് ഉണ്ട് വേർ ഹി ടോക്സ് അബൌട്ട് വാട്ട്, അതായത് എന്താ, തിരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതമാണെന്നുള്ളത് എന്തോ റിലേറ്റഡ് ആയിട്ടൊരു ഡയലോഗ് പറയാറുണ്ട്. ആ എക്സാക്ട് സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു പ്രൊജക്റ്റിൽ കൊണ്ടിടുക, അടുത്ത പ്രൊജക്റ്റിൽ കൊണ്ടിടുക, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ലൈക്ക് ആ ഒരു വർക്ക്. പിന്നെ തീരെയും എന്തില്ല, ഇവർക്കൊരു സപ്പോർട്ട് കിട്ടാറില്ല. മനസ്സിലായോ? അതായത് എല്ലാ രീതിക്കും അവരെന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺജസ്റ്റഡ് ഫോമിലാക്കും. നോക്കുക, ശരത്ത് ഒരു ഇത് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മീനിങ് വളരെ സിമ്പിളാണ്. അതൊരു അഡ്ജക്റ്റീവ് ആണ്. ടു റിമൈൻഡ് വൺ സംതിങ്, ഒരു കാര്യം ഒരാളെ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ എന്താ പറയുക, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം വേർഡ് എനിക്ക് കിട്ടുന്നില്ല. മലയാളം വേർഡ് ഞാൻ പറഞ്ഞു തരാമേ ശരത്തെ. റിമൈൻഡിങ് വൺ സംതിങ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് മീനിങ് വരുന്നത്. മലയാളം മീനിങ് ഐ ഗെറ്റ് ടു യു. ഒരു കറക്റ്റ് എക്സാക്ട് മലയാളം വീടൊക്കെ വേറെ പറയാനായിട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരും. ദെൻ burnout has become common. Many workers feel the need for constantly prove their worth. അതായത് പണിയെടുത്താൽ മാത്രം പോരാ, അവർക്ക് അവരുടെ എന്താ പറയുക, അവരുടെ ആ ഒരു ഞാൻ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ആളാണെന്നും ഞാൻ നിങ്ങളുടെ റിസോഴ്സ് ആണെന്നും ആ എംപ്ലോയിക്ക് തെളിയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അല്ലേ. സോ ലീഡിങ് ടു എ സൈക്കിൾ ഓഫ് ആങ്സൈറ്റി, ഡിക്രീസ് പ്രൊഡക്റ്റ്. അപ്പം മറ്റൊരാൾ എന്നെക്കാളും നന്നായി വർക്ക് ചെയ്ത് ലൈക്ക് മറ്റൊരാൾ എന്നെക്കാൾ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്നെ മാറ്റി അയാളെ വെക്കോ, അങ്ങനെ ഒരുപാട് ചിന്തകൾ, ഒരുപാട് ആങ്സൈറ്റി, ഡിപ്രഷനിലേക്ക് അവർ പോകുന്നു. ഇൻ ദിസ് ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ് എംപ്ലോയീസ് ഓഫൻ റിപ്പോർട്ട് ഫീലിംഗ് അണ്ടർ വാല്യൂഡ് ആൻഡ് ഓവർ വർക്ക്. ഒരുപാട് വർക്ക് ചെയ്തിട്ടും പ്രോപ്പറായിട്ട് എന്നെ വാല്യൂ ചെയ്യുന്നില്ല എന്ന് പല എംപ്ലോയീസും കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. ഓവർ വർക്ക് കോൺട്രിബ്യൂട്ടിംഗ് എ സെൻസ് ഓഫ് ഏലിനേഷൻ ഫ്രം വർക്ക് ആൻഡ് കൊളീഗ്സ്. അപ്പം ശരിക്കും കൊളീഗ്സ് ആർ നോട്ട് ഫാമിലി എന്ന് അവർ ആദ്യം പറയും. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവൻച്വലി വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഫിയർഡ്, വി ആർ ജെലസ് ആൻഡ് ഓൾ. ലൈക്ക് കൂടെ ഉള്ള എന്നെക്കാളും വർക്ക് ചെയ്ത് എന്നെ മാറ്റി അയാളെ പ്ലേസ്, ലൈക്ക് എന്നെക്കാളും മുന്നേ അയാൾ ഇത് പോകും, എന്നെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ചിന്തകൾ കാരണം ഭയങ്കര ആൻസൈറ്റി മോഡിലേക്ക് അവർ പോകാറുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ,
പിന്നെ ശരത്ത് ചോദിച്ച വേർഡിന്റെ മലയാളം വേർഡ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അനുസ്മരിക്കുക എന്നുള്ളതാണ് അതിന്റെ മലയാളം മീനിങ്. അതാ പറഞ്ഞ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു മലയാളം വേർഡ് തരണം എന്നുണ്ട് നിങ്ങൾക്ക്. നമ്മൾ മലയാളികളാണ്, അപ്പം കൃത്യം മലയാളം വേർഡ് തന്നെ പഠിക്കണം. അപ്പം ജസ്റ്റ് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നതിനേക്കാളും അനുസ്മരണയാണ് അതിന്റെ കറക്റ്റ് മീനിങ്. ഓക്കെ, ദെൻ ദ എഫക്ട്സ് ഓഫ് ടോക്സിക് കൾച്ചർ എക്സ്റ്റെൻഡ് ബിയോണ്ട് ഇൻഡിവിജ്വൽ എംപ്ലോയീസ്. അതായത് ഈ ടോക്സിക് വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് മാത്രമല്ല, അത് ഇമ്പാക്ട് ഓൺ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, അത് മൊത്തം ഓർഗനൈസേഷനെ ബാധിക്കുന്നു. ഹൈ ടേൺ ഓവർ റേസ് ഡിക്രീസ്ഡ് മൊറൈൽ ആൻഡ് പുവർ കമ്പനി റെപ്യൂട്ടേഷൻ ക്യാൻ റിസൾട്ട് ഫ്രം ദി ഫെയിലിംഗ് പ്രയോറിറ്റൈസ് ഹെൽത്ത്. അതായത് ഒരു വർക്ക് പ്ലേസിന്റെ ഹെൽത്തി മൈൻഡ് സെറ്റിനെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് തോന്നിക്കുന്നത് വെറുതെയാണ്. ഇവൻച്വലി ആ പ്രോഫിറ്റ് ഇല്ലാണ്ടാവുകയും ഒപ്പം തന്നെ ഡിക്രീസ്ഡ് മൊറാലെ ആയിരിക്കും, പുവർ കമ്പനി റെപ്യൂട്ടേഷൻ ഇപ്പം ചെയ്യുന്ന ഒരു വർക്ക് പ്ലേസിൽ ഭയങ്കരമായ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. നോബഡി ഈസ് സാറ്റിസ്ഫൈഡ്, നോബഡി ഈസ് ഹാപ്പി. ഇവൻച്വലി എംപ്ലോയീസ് സ്റ്റാർട്ട് ഡ്രോപ്പിംഗ് ഔട്ട്, അവർ നിർത്തിപ്പോവും, ചിലർ സൂയിസൈഡ് ചെയ്യുന്നു, ചിലർ ബാഡ് അടിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ആ വർക്ക് പ്ലേസിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ, ആ വർക്ക് പ്ലേസിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, ലൈക്ക് ഇല്ലാണ്ടായി പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ അടുത്ത് നോക്കുകയാണെങ്കിൽ ടു കൗണ്ടർ ദിസ് നെഗറ്റീവ് എഫക്ട്സ് സം കമ്പനീസ് ആർ ബിഗിനിങ് ടു റെക്കഗ്നൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്ക് എന്താ പറയുക വർക്ക് കൾച്ചർ ദാറ്റ് വാല്യൂസ് എംപ്ലോയീസ് വെൽ ബീയിങ് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്, റിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് ഹാപ്പി പ്ലേസ് വേണം എന്നില്ല. ബട്ട് വാട്ട് വി നീഡ് എ പ്ലേസ് വെയർ വി ക്യാൻ, നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം അല്ലെ. നമ്മൾ കുറച്ച് കൂളായിട്ട് നമ്മൾ ജോലി നന്നായി ചെയ്യണമെങ്കിൽ നമ്മൾ മെൻ്റലി ഹാപ്പി ആയിരിക്കണം. മെൻ്റലി ഹാപ്പി അല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഒരിക്കലും ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ദിസ് ഇൻക്ലൂഡ്സ് ഇംപ്ലിമെന്റിംഗ് ഫ്ലെക്സിബിൾ വർക്ക് പോളിസി കൊടുക്കുക, എൻകറേജിങ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, പ്രൊവൈഡിങ് മെൻ്റൽ ഹെൽത്ത് റിസോഴ്സസ്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാവുന്നത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എൻകറേജ് ചെയ്യുക, മെൻ്റൽ ഹെൽത്ത് റിസോഴ്സസ് എൻകറേജ് ചെയ്യുക. ആസ് ഇന്ത്യ കണ്ടിന്യൂസ് ടു നാവിഗേറ്റ് ദിസ് പ്ലേസ് ഇൻ ദി ഗ്ലോബൽ എക്കോണമി, ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ഓർഗനൈസേഷൻ ടു ലേൺ ഫ്രം ദി പിറ്റ് ഫാൾസ് ഓഫ് ഇമ്പോർട്ടഡ് കോർപ്പറേറ്റ് കൾച്ചർ. ബൈ പ്രയോറിറ്റൈസിംഗ് എ ഹെൽത്തി സപ്പോർട്ടീവ് വർക്ക് എൻവയോൺമെന്റ്, കമ്പനീസ് ക്യാൻ എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി വൈൽ കോൺട്രിബ്യൂട്ടിംഗ് ടു മോർ സസ്റ്റൈനബിൾ ബിസിനസ് മോഡൽ. എംപ്ലോയീസിനെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യും. അത് ഓഫ് കോഴ്സ് കമ്പനിയെ മൊത്തത്തിൽ ബിൽഡ് ചെയ്യത്തേ ഉള്ളൂ. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, ഭാവന റെമിനിസെന്റ്. ഓക്കെ, റെമിനിസെന്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഞാൻ ഭാവന ഇത് കണ്ടിട്ട് റിപ്ലൈ ചെയ്യാത്തല്ല, ഇതൊരു സ്പീഡിൽ പറഞ്ഞു പോയില്ലെങ്കിൽ എൻ്റെ ഫ്ലോ പോകും. അതുകൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ്ലി പറഞ്ഞിട്ട് ഭാവനയിലേക്ക് വരാമെന്ന് വിചാരിച്ചത്, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. Very good guys. The negative impact of toxic work culture imported from other countries. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, what are some characteristics of toxic work culture mentioned in the passage? എന്ത് വർക്ക് ക്യാരക്ടറിസ്റ്റിക് ആണ് ടോക്സിക് വർക്ക് കൾച്ചറിലുള്ളത് എന്താണെന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ദ ടോക്സിക് വർക്ക് കൾച്ചർ മെൻഷൻ ഇൻ ദി പാസേജ്? നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്താലും ഐ ഡെഫിനറ്റ്ലി ഗീവ് യുവർ റിപ്ലൈ. ബട്ട് കുറച്ച് ടൈം എടുക്കുന്നത് ഇതിൽ കൂടുതലും ആ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെടാതെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ ആര് കമൻറ്റ് ചെയ്താലും ഞാൻ നോക്കാണ്ട് പോവുകയില്ല ഉറപ്പായിട്ടും. അതുപോലെ തന്നെ 2-3 ദിവസം ടെലഗ്രാമിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഓരോന്നിട്ട് കൊടുത്തു വരുന്നേ ഉള്ളൂ. കാരണം എൻ്റെ വർക്ക് ടൈം കൂടെ അതിനിടയ്ക്ക് വേണമെങ്കിൽ ചെയ്യാൻ, അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ബട്ട് ഐ ഡെഫിനറ്റ്ലി റിപ്ലൈ യു ഗൈസ്. Okay, very good guys. See, long hours, unrealistic expectation, lack of support. Lack of support is a very big thing. അല്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ എൻകറേജ് ചെയ്യുന്ന ഒരാളാണുള്ളതെങ്കിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി how does toxic work culture affect employees? എങ്ങനെയാണ് എംപ്ലോയീസിനെ അഫക്ട് ചെയ്യുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. It improves their job satisfaction. It leads to burnout and feeling of undervaluation. It encourages collaboration and teamwork. It decreases the need for performance metrics. പെട്ടെന്ന് പറഞ്ഞേ. വെരി ഗുഡ്. ഇറ്റ് ലീഡ്സ് ടു ബേൺ ഔട്ട് ആൻഡ് ഫീലിംഗ് ഓഫ് അണ്ടർവാല്യൂഷൻ. ലൈക്ക് നമ്മൾ അണ്ടർവാല്യൂഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്ന രീതിയിലേക്ക് ചില വർക്ക് പ്ലേസ് നമ്മൾ എത്തിക്കും അല്ലേ. ബട്ട് സം പ്ലേസസ് നമ്മളിപ്പം അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ ആ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്ന, ആ വ്യക്തിയുടെ എഫേർട്ട് ഇടുന്ന, ആ വ്യക്തിയുടെ കംപ്ലീറ്റ് എനർജി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഹാപ്പിയാണ് ആ വ്യക്തി ആ വർക്ക് പ്ലേസിലാണ്. ഇപ്പോൾ ഞാൻ ഭയങ്കര എനർജറ്റിക് ആണ്, ഞാൻ ഭയങ്കര സൂപ്പറായിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, ലൈക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ബിക്കോസ് മൈ വർക്ക് പ്ലേസ് ഇസ് റിയലി നൈസ്. ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സൈലം ഇസ് ദ ബെസ്റ്റ് ആ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു നല്ല സുഖമുള്ള, അത് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആസ് എ എംപ്ലോയി എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ എം ഹാപ്പി. ഇതേപോലെ എംപ്ലോയീസിനെ റെസ്പെക്ട് ചെയ്ത് അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എല്ലാ വർക്ക് സ്പേസും എന്തായിരിക്കും, ഭയങ്കര രസമുള്ളതായിരിക്കും. വർക്ക് നന്നായി ചെയ്യാൻ പറ്റും. ഒപ്പം ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ, അതിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ ഉയരും അല്ലേ.
So next question, what are some potential consequences of toxic work culture for the organization? എന്താണ് potential consequence toxic work culture ന്റെ potential consequences എന്താണ്? Increase employee loyalty, high turnover rates and poor company reputation. ഞാൻ വായിക്കേണ്ട ആവശ്യം പോലും. The answer is B, high turnover rates and poor company reputation ആണ് എന്ത് നമ്മുടെ fourth questionന്റെ ആൻസർ. വെരി ഗുഡ് ഗൈസ്. ഓ ഐ എം റിയലി പ്രൗഡ്. നിങ്ങളെല്ലാം പെട്ടെന്ന് ആൻസർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കപ്പം കണ്ടന്റ് മനസ്സിലായി എന്നുള്ളത് കൊണ്ടാണ്. I'm happy. What steps are some companies taking to counteract toxic work culture? Counteract ചെയ്യാനായിട്ട് എന്ത് കാര്യം എടുക്കുന്നു എന്നാണ് പറയുന്നത്. Implementing stricter performance metrics, encouraging longer working hours, reducing employees' benefit, other flexible work policy and mental health resources. പറഞ്ഞേ അഞ്ചാമത്തത്. യെസ്, വെരി ഗുഡ്. എന്താണ്? ഓഫറിംഗ് ഫ്ലെക്സിബിൾ വർക്ക് പോളിസി, മെന്റൽ ഹെൽത്ത് റിസോഴ്സ് കൊടുക്കുക, ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വർക്ക് ചെയ്യുന്നവർ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവും, അവർ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, സൺഡേ ഈസ് എ ഹോളിഡേ. വൈ? ബിക്കോസ് മൺഡേ ടു സാറ്റർഡേ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആ ആളുടെ റെസ്റ്റിംഗ് ടൈമാണ് ഈ സൺഡേ എന്ന് പറയുന്നത്. ആ ദിവസം നന്നായി റെസ്റ്റ് എടുത്ത് നന്നായിട്ട് എന്താ പറയുക റിലാക്സ്ഡ് ആയാലേ അടുത്ത ദിവസം അടുത്ത ആ ഒരു കംപ്ലീറ്റ് ആഴ്ച അയാൾക്ക് അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ അടുത്ത വരാണത് നീൽഗിരീസ് ആസ് എ ഷെയർഡ് വിൽഡർനെസ്. അപ്പം നീൽഗിരീസ് എന്ന് കേൾക്കുമ്പോൾ നീൽഗിരീസിന് നമുക്കറിയുന്നത് നീൽഗിരി താർ എന്ന് പറയുന്ന ഒരു സ്പീഷീസിന് നമുക്ക് ഓർമ്മ വരും. ഇതും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു എഡിറ്റോറിയൽ കോളമാണ്. നിങ്ങൾക്ക് ടൈം കിട്ടിയ ഉറപ്പായിട്ട് നിങ്ങൾ ഈ കോളം വായിക്കണം. ഇറ്റ്സ് റിയലി ഗുഡ്. എഴുതിയിരിക്കുന്ന രീതി തന്നെ വളരെ നല്ല രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഐ വോണ്ട് യു ഗൈസ് ടു റീഡ്. ഓക്കെ, നൗ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് നമുക്ക് പോവാം. ഇൻ റീസെന്റ് ഇയേഴ്സ് ദ കോർപ്പറേറ്റ്, ഓ മൈ ഗോഡ്, വാട്ട് ഹാപ്പൻഡ് ഇസ് ആ സെയിം പാരഗ്രാഫ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ വായിച്ചു തരാം, നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മതി. ആ ഡിസ്ക്രിപ്ഷൻ എനിക്കൊന്ന് രണ്ടാമത് അതേപോലെ വന്നതാണ്. ഓക്കെ, 20 years ago summer 2024 ഈ വ്യക്തി പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് വിത്ത് ട്രീ, ദെൻ വിത്ത് എൻ എമൗണ്ട് ആൻഡ് ഇവൻച്വലി വിത്ത് ദ ഹോൾ ബയോസ്ഫിയർ. ആദ്യം എനിക്ക് പ്രണയം തോന്നിയത് ഒരു മരത്തിനോടാണ്, പിന്നെ അതൊരു മലയോടായി, അതിനുശേഷം ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റം, അത് പ്രകൃതിയോട് തന്നെ എനിക്ക് പ്രണയമായി എന്നൊരു ഫീലിംഗിലാണ് ഈ എഡിറ്റോറിയൽ തുടങ്ങുന്നത്. അപ്പോഴേ നമുക്ക് എഡിറ്റോറിയൽ വായിക്കാനുള്ള എന്താ പറയുക ഒരു ലൈക്ക് ആ ഒരു ഫീലിംഗ് ഇല്ലേ, ദാറ്റ് വിൽ ബി ലൈക്ക് വെരി ബിഗ്. നമുക്ക് ഓക്കെ ഇതെന്തോ നല്ല കാര്യം പറയുന്ന ഫീലിംഗ് വരും. ദെൻ on exploratory journey in Kunnur, Tamil Nadu, my husband and landed up in a beautiful colonial bungalow, enormous blue gem. അത് ആദ്യം കുറേ ഡിസ്ക്രിപ്ഷൻ ആണ്. എന്താണ് ഇവിടെ പറയുന്നത്? Biosphere has seen more human activity than before, not only primarily for its colonial era plantations. It boasts a thriving agriculture and tourism economy. While both sectors bring in much needed livelihood, they also have brought in new challenges. The tourism is less sustainable than local communities stayed would like. അപ്പം ഒരു കാര്യം ഞാൻ ഇത് പറഞ്ഞുതരാം. ഒരു സ്ഥലം വളരെ ഭംഗിയുള്ളതാണെങ്കിൽ അവിടേക്ക് ടൂറിസം ഡെവലപ്പ് ആവും, അവിടേക്ക് ആളുകൾ എത്താൻ തുടങ്ങും. പക്ഷേ ഇവൻച്വലി ആളുകൾ എത്താൻ തുടങ്ങുന്നതനുസരിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഭംഗി, ആ സ്ഥലത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി അത് അഫക്റ്റ് ചെയ്യും അല്ലേ. നിങ്ങൾ തന്നെ കാണും, നമ്മൾ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ നിങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചു, ആ സ്ഥലത്തേക്ക് നിങ്ങൾ ആദ്യം ട്രാവൽ ചെയ്തു. നിങ്ങൾ ആദ്യം കാണുമ്പോൾ ആ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഭയങ്കര ഗ്രീനറി ആയിരിക്കും, ഭയങ്കര ക്ലീൻ ആയിരിക്കും. ബട്ട് ഇവൻച്വലി അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആവുകയും ലേറ്റർ ഓൺ വൺ ഡേ നിങ്ങളത് പോയി കാണുമ്പോൾ ദർ വിൽ ബി സോ മെനി തിങ്സ് അറൗണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ലൈക്ക് മൊത്തത്തിൽ ഒരു ഭയങ്കരമായ നിങ്ങൾ ആദ്യം കണ്ടതും നിങ്ങൾ ഇപ്പോൾ കാണുന്നതുമായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുകയും വളരെ നന്നായിട്ട് ഓക്കെ ഇങ്ങനെ ഇവിടെ ഇടാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് വെക്കുകയും ചെയ്താൽ നമുക്ക് ഒരുപാട് ഭംഗിയുള്ള നമ്മുടെ ബയോസ്ഫിയേഴ്സ് നമുക്ക് ഭയങ്കരമായിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. ആ കാര്യം ഇവിടെ പറയുന്നുണ്ട്. കൺസർവേഷൻ സക്സസ് ആൻഡ് ഹെൽപ്പിംഗ് ദ സ്റ്റേറ്റ് എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എ മെഷർ ഓഫ് സക്സസ് ഓഫ് കൺസർവേഷൻ എഫേർട്സ് ഈസ് ഇൻ ദ നമ്പർ ഓഫ് വൈൽഡ് ആനിമൽസ് ദാറ്റ് ത്രൈവ് ഇൻ നീൽഗിരി ബയോസ്ഫിയർ, ദ ലാർജസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എക്സ്പാൻസ് ഇൻ ദ കൺട്രി. ഓക്കെ, അപ്പം നീൽഗിരി ബയോസ്ഫിയർ ആണ് ദ ലാർജസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എക്സ്പാൻസ് ഇൻ ദ കൺട്രി വിത്ത് സേഫ് ഗാർഡഡ് ഏരിയാസ് ഇൻക്ലൂഡിംഗ് മുതുമലൈ ആൻഡ് മുക്കുരുത്തി. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. അതിൻ്റെ ഉള്ളിലുള്ള നിങ്ങൾക്ക് GK ഒക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ കറണ്ട് അഫയർസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസ് ഒക്കെ വന്ന് നിങ്ങൾക്ക് കൊടുക്കാം, എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇൻക്രീസിംഗ് വൈൽഡ് ലൈഫ് നമ്പേഴ്സ് ഹാവ് ലെഡ് ടു വൈഡ് dispersal outside protected areas. Wildlife is everywhere now in new ecological niches created by global warming. Plants, animals have successfully adapted to living almost incognito among us. The best example is that elusive leopard which has developed quite. അതാണ് ശരിയാണ് ആ പറയുന്നത്. പുള്ളിക്കാരി പറഞ്ഞ എന്ത് രസമായിട്ട് നോക്കിയേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങൾ നമ്മുടെ ഇടയിൽ ജീവിക്കാൻ അഡാപ്റ്റഡായി. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മൃഗങ്ങൾ, ഇപ്പം നിങ്ങൾ ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് ബഷീർ പറയുന്നുണ്ട്
നമുക്ക് മുന്നേ, അതായത് നമ്മളാണ് ശരിക്കും വാടകയ്ക്ക് താമസിക്കുന്നത്. ഈ എൻ്റെ പറമ്പിൽ കൂടെ പോകുന്ന പാമ്പിനെയും എലീനെയും അല്ലെങ്കിൽ എന്തെങ്കിലും ജീവജാലങ്ങളെയും എനിക്ക് ഇറങ്ങിപ്പോടാ, ഇത് എൻ്റെ വസ്തുവാണ്, എൻ്റെ വീടാണെന്ന് പറയാൻ പാടുള്ള അധികാരം ഇല്ല. കാരണം എന്താണ്, അവരാണ് ഈ ഭൂമിയിൽ ആദ്യം ഉണ്ടായിരുന്നവർ. അവരെ മാറ്റി നമ്മളാണ് അവിടെ വീട് വെച്ച് താമസിക്കാനായിട്ട് തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് ബഷീർ. അപ്പം ആ ഒരു ആക്ച്വലി അത് വളരെ രസകരമായിട്ടുള്ള, അത് എനിക്കൊന്ന് കുറേ മീംസ് ഒക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട. ഒരു വീടിൻ്റെ ഫ്രണ്ടിലെ ചാരുകസേരയിൽ ബഷീർ ഇരിക്കുന്നതും ചുറ്റും കുറേ ജീവികളെ കാണിച്ചിരിക്കുന്നതും. അപ്പോൾ അതേ ഒരു എഫക്റ്റാണ്. നമ്മൾ മൃഗങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ അഡാപ്റ്റ് ചെയ്ത പോലെ മൃഗങ്ങൾ ഇപ്പം നമ്മുടെ ഇടയിൽ ജീവിക്കാൻ അഡാപ്റ്റ് ആവുകയാണ്. എങ്ങനെ, ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ, അത് മാസങ്ങൾക്ക് മുന്നേ ആവാം, ഒരു പുള്ളിപ്പുലി, ലെപ്പേർഡ് പുള്ളിപ്പുലിയല്ല, പുള്ളിപ്പുലി എന്ത് ചെയ്യാൻ തുടങ്ങി, എവിടെയൊക്കെയോ കാണുന്നുണ്ട് ക്യാമറാസിലും അവിടെ എവിടെയൊക്കെ. അതായത് മൃഗങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അതിങ്ങനെ ഒളിച്ചും പാത്തും നമ്മുടെ ഇടയിൽ തന്നെ അങ്ങ് ജീവിക്കുകയാണ്. മനുഷ്യരുടെ ഇടയിൽ തന്നെ എവിടെയൊക്കെ അതുണ്ട്, അവിടെയും ഇവിടെയൊക്കെ അതിനെ കാണാൻ പറ്റുന്നു എന്ന് മാത്രമാണ് നമ്മൾ അറിയുന്നത്. അത് നമ്മുടെ ഇടയിൽ ഇൻകോഗ്നോറ്റോ മോഡിൽ മൃഗങ്ങൾ ജീവിക്കാൻ പഠിച്ചു, നമ്മുടെ ഇടയിൽ അവർ അഡാപ്റ്റ് ചെയ്യാൻ പഠിച്ചു എന്നാണ് നമ്മുടെ എഡിറ്റോറിയൽ കോളത്തിൽ പറയുന്നത്. ഓക്കെ, അതായത് CCTV ക്യാമറാസിലൂടെ ഒരു ഫസ്റ്റ് ഫ്ലോർ ബാൽക്കണിയുടെ സൈഡിൽ നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു പാറയുടെ മുകളിൽ നിൽക്കുന്നതായിട്ടോ ദൂരെ നടന്നു പോകുന്നതായിട്ടോ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. This part of the emergent global culture where billions of people are becoming nature lovers, they are rediscovering wonder. Citizen science has become a movement. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, പണ്ടത്തെക്കാളും ഇപ്പോൾ കുറച്ചുകൂടെ ആളുകൾ പ്രകൃതിയെ സ്നേഹിക്കാൻ തുടങ്ങി. മേ ബി പ്രകൃതി റിയാക്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാവും ഭയങ്കരമായ ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ചസ്. നമ്മൾ കാരണം നമുക്ക് തന്നെ പണി കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങി നാടിനെയും എന്താ പറയുക പ്രകൃതിയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഒരുപാട് നേച്ചർ ലവേഴ്സ് ഉണ്ട്. അത് ആക്ച്വലി വലിയ നല്ലൊരു കാര്യമായിട്ട് നമ്മുടെ ഈ കോളത്തിൽ Rohini പറയുന്നുണ്ട്. Okay, then clear evidence has emerged through the work of non-governmental organizations such as Nature Conservation Foundation. When animals are so widely loved, closely tracked, poaching becomes much riskier. Poaching thrives in secrecy away from the public gaze. അപ്പം പോച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് മൃഗങ്ങൾ വേട്ടയാടപ്പെടാറുണ്ട്, നമ്മൾ ന്യൂസുകളിൽ കാണാറുണ്ട്. ആക്ച്വലി നമ്മൾ ഭയങ്കരമായിട്ട് പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാനും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്കി ജോബാണ്. ഈ പോച്ചിങ് പിന്നെ നടക്കത്തില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും ഒരേ സമയം ഒരേ കാര്യം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ then she is talking about it is impossible for Sarkar to take a whole soul accountability even if Wildlife Protection Act of 1972 അതായത് ഒരു ആക്ട് ഉണ്ടാക്കി ഗവൺമെന്റ് മൊത്തത്തിൽ ഇറങ്ങി എല്ലാം ശരിയാക്കാമെന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ മനുഷ്യന്മാർ, നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ജനറേഷൻ ആവട്ടെ, നമ്മുടെ എല്ലാ ആളുകളും ഒരേപോലെ ആ ഫ്രണ്ടിലേക്ക് വന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നിന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, അതിൽ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതെല്ലാം ഗവൺമെന്റ് ഡ്യൂട്ടിയാണ്, ഗവൺമെന്റ് ആണ് അക്കൗണ്ടബിൾ. ശരിക്കും ഗവൺമെന്റ് എന്ന് പറയുന്ന ആ ഭരണാധികാരം മാത്രമല്ല, അതിന്റെ താഴെ നമ്മൾ എല്ലാവരും ഒരേപോലെ നിന്നാൽ മാത്രമേ നമുക്ക്. നമ്മൾ കോവിഡ് വന്നു, ഗവൺമെന്റ് മാത്രം റൂൾ ഇറക്കിയത് കൊണ്ടാണെങ്കിൽ, ഗവൺമെന്റ് മാത്രം റെസ്ട്രിക്ഷൻസ് വെച്ചത് കൊണ്ടാണോ കോവിഡിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയത്? അല്ല, മറിച്ച് കോവിഡിന്റെ സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മൾ അതിനെ ടാക്കിൾ ചെയ്തു, അതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഇങ്ങനൊരു കാര്യം, നമ്മുടെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് വരുമ്പോഴും വി ഷുഡ് സ്റ്റാൻഡ് ടുഗദർ ആസ് വൺ ആൻഡ് ഫൈറ്റ് ഇറ്റ്. We can't blame it upon the government only. Like solely government ആണ് purpose ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. Then the pivotal role of storytelling. I have discovered in my 40 years ecological journey to conserve nature, we must learn to love, we have to sense. It's not a mere intellectual exercise. If we see the beauty and fertility of the wild, its flora and fauna, from the tiniest ant to the mightiest elephant, our wonder is ignited. We want to protect, to nurture and be nurtured. Not everyone can visit every area of wilderness they wish to explore. Storytelling by the few who can is critical to process the creating communities for conservation. Appo we hope it will spark more curiosity, evoke more affection. Actually, ഇത് എഴുതിയതിൻ്റെ റീസൺ തന്നെ ഇത് വായിക്കുന്ന ഒരാൾക്ക് എൻവയോൺമെന്റ് എന്താണെന്ന് അറിയാനും കാട് കാണാനും അല്ലെങ്കിൽ കാട്ടിലെ മൃഗങ്ങളെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനും, അത് നമ്മൾ എന്ത് ചെയ്യണം, നർച്ചർ ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾ നർച്ചർ ചെയ്യപ്പെടത്തുള്ളൂ. വി ഷുഡ് ലവ്, വി ഷുഡ് സെൻസ്, വി ഷുഡ് നർച്ചർ, വി ഷുഡ് പ്രൊട്ടക്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര നല്ല രീതിക്കാണ് എഴുതിയിരിക്കുന്നത്. ആ എഴുത്തിനൊരു ഭംഗിയുണ്ട്, ശരിക്കും ഒരു ബ്യൂട്ടിഫുള്ളി റിട്ടൺ കോളം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഡെഫിനറ്റ്ലി ഗീവ് ഇറ്റ് എ ചാൻസ് ഗൈസ്. നൗ കമ്മിങ് ബാക്ക് ടു ദി ക്വസ്റ്റ്യൻസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസിലൊക്കെ കൊണ്ടുപോകാം. മെയിൻ എക്കോളജിക്കൽ റോൾ ഓഫ് നീൽഗിരി ഹിൽസ് എന്താണ്? നമുക്കിത് വിത്തൗട്ട് ഈവൻ റീഡിങ് പാസേജ് വായിക്കാതെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് നീൽഗിരി ഹിൽസിന്റെ മേജർ ecological role? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? I know I haven't given a passage to you, but still, can you try? They serve as a major industrial hub. They act as a vital ecological corridor for diverse species. They provide a setting for urban development. They are primarily used for agricultural production. Yes, നമുക്ക് ആൻസർ ഉണ്ട്. They act as a vital ecological corridor for diverse species. What challenges are posed by rapid urbanization in the Nilgirisന്റെ അടുത്തുള്ള urbanization എന്ത് പ്രോബ്ലം ആണ് കോസ് ചെയ്യുന്നത്? ഇൻക്രീസ് ടൂറിസം ഓപ്പർച്യൂണിറ്റീസ്, എൻഹാൻസ് ലോക്കൽ കൾച്ചർ പ്രാക്ടീസ്, ത്രെറ്റ് ടു ബാലൻസ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഇംപ്രൂവ്ഡ് എക്കണോമിക് കണ്ടീഷൻ ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ്. നോർമലി ഈ ക്വസ്റ്റ്യൻ സ്പീഡിൽ വായിക്കുന്ന ഒരാൾ പെട്ടെന്ന് വിചാരിക്കും ഓക്കെ അർബനൈസേഷൻ കൊണ്ട് നീൽഗിരി ഉണ്ടെന്ന് പ്രത്യേകം എന്താണ്, അവിടെ ഒരുപാട് ടൂറിസം ഡെവലപ്പ് ആവും എന്നാൽ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കൊടുക്കുന്നത് ആൻസർ സി, ത്രെറ്റ്സ് ടു ബാലൻസ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്.
അടുത്തത് how do indigenous tribes contribute to the conservation of Nilgiris? Indigenous tribes എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? By abandoning traditional practices, through sustainable farming and traditional ecological knowledge, by encouraging industrial development, by restricting access to their lands. എന്താണ്? Yes, through sustainable farming and traditional ecological knowledge. Very good, guys. Next question. What does the passage suggest about the future of the Nilgiris? എന്താണ് future of the Nilgiris നെ കുറിച്ച് നമ്മുടെ passage suggest ചെയ്യുന്നത്? Natural ecosystem and cultural practice must be respected to ensure sustainability. The region should focus solely on economic growth. Urban development is more important than conservation. All traditional practices should be eliminated. Of course, ബാക്കി മൂന്നും eliminate ചെയ്താൽ the answer is A. Simple questions അല്ലേ? Now, zeroing in on methane diplomacy and COP29. ഇവിടെ actually ഞാൻ നിങ്ങൾക്ക് I'm not giving you a reading comprehension, ഒരു RC question അല്ല, മറിച്ച് ഞാനൊരു ക്ലോസ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. I'll give you a close test question here. RC വേണ്ട, ഇത്ര നേരം RC ചെയ്തതല്ലേ, അപ്പം ഇനി നമുക്ക് ക്ലോസ് ടെസ്റ്റിലേക്ക് വരാം. ആക്ച്വലി നിങ്ങൾ ഈ ഒരു സീറോയിങ് ഇൻ മീത്തേൻ ഡിപ്ലോമസി COP29 എന്നുള്ളത് വായിക്കണം. അത്യാവശ്യം ഒരുപാട് GK കണ്ടന്റ് കിട്ടാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. ജനറൽ, അതായത് ഇപ്പോൾ നിങ്ങളിപ്പം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയാലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇങ്ങനെയുള്ള ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. സോ ഇതൊന്ന് നിങ്ങൾ വായിച്ചോളാം. ഇതിലേക്ക് ഞാൻ ഇൻ ഡെപ്ത് പോകുന്നില്ല, കാരണം ക്ലോസ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് വായിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ജനറൽ നോളജ് വെച്ചും നിങ്ങളുടെ ഇംഗ്ലീഷ് നോളജ് വെച്ചും ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇൻ റീസെന്റ് ഇയേഴ്സ് ദ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഹാസ് ഇൻക്രീസിംഗ്ലി ഫോക്കസ്ഡ് ഓൺ ദി ഇഷ്യൂ ഓഫ് മീത്തേൻ എമിഷൻ. Recognizing them as a significant contributor to climate change, methane is a potent greenhouse gas with warming potential many times greater than that of carbon dioxide over a short period. This has led to the emergence of dash diplomacy, where countries collaborate to reduce methane emissions and share best practices. പെട്ടെന്ന് പറഞ്ഞേ. ആൻസർ ഇസ് വെരി സിമ്പിൾ. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. എന്ത് ഡിപ്ലോമസിയുടെ കാര്യം? എമർജൻസ് ഓഫ് വേർഡ് ഡിപ്ലോമസി. ദ ഹോൾ പോയിന്റ് ഓഫ് ദി ഹോൾ സബ്ജക്ട് ഓഫ് ദി പാസേജ് ഇറ്റ് സെൽഫ് ഈസ് ദി ആൻസർ. എന്താണ്? കം ഓൺ ഗൈസ്, എന്താണ് ആൻസർ? യെസ്, മീത്തേൻ ഡിപ്ലോമസി. ആക്ച്വലി എമർജൻസി ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മീത്തേൻ എമിഷനെ കുറിച്ച് പറയുന്നുണ്ട്. മീത്തേൻസ് എ പൊട്ടൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് പറയുന്നുണ്ട്. ഇത് എന്തിലേക്ക് എടുത്തു? മീത്തേൻ ഡിപ്ലോമസിയിലേക്ക് മാറി എന്ന് പറഞ്ഞു. അല്ലാതെ ക്ലൈമറ്റ് ഡിപ്ലോമസി അല്ല. മീത്തേൻ ഡിപ്ലോമസി എന്ന് വെച്ചാൽ എന്താ മീനിങ്? വാട്ട് ഇസ് ഡിപ്ലോമസി? എന്താണ് ഡിപ്ലോമസി കൊണ്ട് നിങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഈ ഒരു ഒറ്റ പാസേജിൽ തന്നെ എന്തുണ്ട്? ഈ ദ ഹോൾ കണ്ടന്റ് ഇസ് അബൌട്ട്, യെസ് ഭാവന, നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഐഡിയ തരുന്നുണ്ട് മീത്തേൻ ആണെന്ന്. ഡിപ്ലോമസി എന്ന് വെച്ചാൽ എന്താണ്? ദ ആക്ടിവിറ്റി ഓർ ദ സ്കിൽ ഓഫ് മാനേജിങ് ഒരു കാര്യം മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം മൊത്തത്തിലൊരു കാര്യം, അത് ആസ് എ ഹോൾ വൺ തിങ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ മൊത്തത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ എന്ത് ലൈക്ക് ഒരു പവർ പൊസിഷനിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. മീത്തേൻ ഒരു പവർ പൊസിഷനിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. സോ മീത്തേൻ ഇസ് ദ ആൻസർ. കുഴപ്പമില്ല. അടുത്ത് നോക്കിയാൽ രണ്ടാമത്തെ, വൺ ഓഫ് ദ കീ ഇനിഷ്യേറ്റീവ്സ് ഇൻ ദിസ് ഏരിയ ഇസ് ദി ഗ്ലോബൽ മീത്തേൻ പ്ലെഡ്ജ്, which aims to dash global methane emissions by at least 30% by 2030. Increase, stabilize, reduce, eliminate. അപ്പം ആക്ച്വലി മീത്തേൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് കണ്ടു. ഇൻ റീസെന്റ് ഇയേഴ്സ് ദ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഹാസ് ഇൻക്രീസ്ലി ഫോക്കസ്ഡ് ഓൺ ദി ഇഷ്യൂ ഓഫ് മീത്തേൻ എമിഷൻ, recognizing them as a significant contributor to the climate change. Okay, methane is a potent greenhouse gas with warming potential many times greater than that of a carbon dioxide over a short period. This has led to the emergence of methane diplomacy, where countries collaborate to reduce methane emission and share best practices. One of the key initiatives in this area is global methane pledge, which aims to ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് പറഞ്ഞേ. വെരി ഗുഡ്. റെഡ്യൂസ് മീത്തേൻ എമിഷൻ. റെഡ്യൂസ് മീത്തേൻ എമിഷൻ at least 30%. At the third question, participating nations are encouraged to implement policy that target major sources of methane such as agriculture, landfills and oil and gas production. The commitment to reducing methane emissions not only addresses climate change but also has the potential to improve dash quality and public health. Endinte quality increase ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. Third question, but also has the potential to improve dash quality and public health. എന്ത് quality? Energy, food, water, വെരി ഗുഡ്. എയർ ക്വാളിറ്റി അല്ലെ, എയറിന്റെ ക്വാളിറ്റി. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, ദീപാവലി കഴിഞ്ഞതിന് ശേഷം ദ ന്യൂസ് പേപ്പർ ഇസ് ഫിൽഡ് വിത്ത് എയർ പൊല്യൂഷൻ. ന്യൂസ് പേപ്പറിനകത്ത് നമുക്ക് ഒരു പേജ് പോലും എയർ പൊല്യൂഷൻ ഇല്ലാത്തത്. ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഉണ്ടായി അവിടെ എയർ പൊല്യൂഷൻ. സി, ദീപാവലി ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ഫെസ്റ്റിവൽ. ഐ റിയലി ലവ്, ബിക്കോസ് യു ക്യാൻ
enjoyed using lights അല്ലേ ഒരു കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് yes അജയ് Delhi is having so many issues related to air pollution but the thing is നമുക്ക് 2-3 വിളക്ക് കത്തിച്ച് വെച്ച് ആഘോഷിക്കാൻ പറ്റുന്നിടത്ത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള പുകയും പടലും അത് ഓരോരുത്തർ ഇഷ്ടമാണ് we can't judge see what right is for me is not right for you guys ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഈ ലോകത്തുള്ള എല്ലാവർക്കും ശരിയാണെന്നില്ല എൻ്റെ ശരി ചിലപ്പോൾ നിങ്ങളുടെ ശരിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും സോ അത് ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആളല്ല പക്ഷെ നമുക്ക് പറയാം അത് നമുക്ക് സംസാരിക്കാൻ നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് പറയാം ദീപങ്ങൾ കത്തിക്കുക ദീപാവലി ആഘോഷിക്കുക ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്നാണ് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ ഫെസ്റ്റിവൽ ഓഫ് ക്രാക്കേഴ്സ് വിച്ച് ഈസ് indirectly affecting our environment, indirectly affecting our dearest animals all around. ഒരുപാട് കിളികളും കുരുവികളും വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു ദീപാവലി കഴിഞ്ഞാൽ കിളികളും ഇല്ല കുരുവികളും ഇല്ല and even dogs are scared cats like cat ആയാലും dog ആയാലും they are scared of because of these crackers അല്ലേ so that is it ഞാൻ കൂടുതലേക്ക് പോകുന്നില്ല fourth one നോക്കാം countries engaging in methane diplomacy must navigate various dash including technological changes economic consideration and they need for international cooperation പറഞ്ഞേ fourth one benefits risk barriers and solutions countries engaging in methane diplomacy must navigate various ഘടകങ്ങൾ എന്ത് ഘടകങ്ങളാണ് ഓ ഭാവന ഇതിൻ്റെ ആൻസർ ആണോ പറയുന്നത് ഭാവന ഒന്നുകൂടെ നോക്കിക്കേ ആൻസർ എ ആണോ എന്ന് നോ ഹൗ can this be benefits മീത്തേൻ ഡിപ്ലോമസി നാവിഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ബെനിഫിറ്റുകളല്ല ബാരിയേഴ്സ് ആണ് ഉണ്ടാകുന്നത് ഇൻക്ലൂഡിങ് ടെക്നോളജിക്കൽ ചാലഞ്ച് എക്കണോമിക് കൺസിഡറേഷൻസ് നീഡ് ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഒക്കെയാണ് ഉണ്ടാവുന്നത് സോ ബാരിയേഴ്സ് ആണ് നോട്ട് benefits it's barriers okay C then fifth one successful initiatives often rely on transparency and dash among nations to monitor progress and hold each other accountable endu parayum successful initiatives often rely on transparency and competition cooperation isolation negotiation edu parayum it's a very easy one കുറച്ചുകൂടെ ടഫ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ മെസ്സേജ് എനിക്കുണ്ട് കുറച്ചുകൂടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ടഫ് ആക്കണം കുറച്ചുകൂടെ ക്ലോസസ് ടഫ് ആക്കണം ഇത്രയും സിമ്പിൾ ക്വസ്റ്റൻസ് ഒക്കെ വരുമോ മിസ് ചെയ്യുന്നൊക്കെ ഇത്രയും സിമ്പിൾ ക്വസ്റ്റൻസ് വരില്ല പ്രിലിംസിനൊക്കെ പ്രതീക്ഷിക്കും പക്ഷേ മെയിൻസിന് വരില്ല ബട്ട് ഡെഫിനറ്റ് ആയിട്ടും ടഫ് ആക്കാൻ നോക്കുന്നു പക്ഷേ ടഫായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും അത് ചെയ്ത് തീർക്കാൻ അപ്പോൾ നമുക്ക് ഒരുപാട് എഡിറ്റോറിയൽ കോളംസ് നോക്കാൻ പറ്റില്ല പക്ഷേ എഡിറ്റോറിയൽ കോളംസിൻ്റെ സമ്മറിയും ഏകദേശം ഒരു ഐഡിയ ക്വസ്റ്റൻസിലൂടെയും കിട്ടുകയാണെങ്കിൽ ഇതേ സാധനം നിങ്ങൾക്ക് എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ടഫസ്റ്റ് ക്വസ്റ്റനും ഡീൽ ചെയ്യാനായിട്ട് പറ്റും ബിക്കോസ് യു നോ ദ എഡിറ്റോറിയൽ കോളം യു നോ ദ സബ്ജക്ട് യു നോ ദ കണ്ടന്റ് അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്ത് പറഞ്ഞു തരുന്നതിൻ്റെ റീസൺ കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എടുത്തില്ലെങ്കിൽ പോലും നമ്മൾ മിനിമം ഒരു എഡിറ്റോറിയൽ കോളം അതിൻ്റെ സമ്മറിയും അതിൻ്റെ കുറച്ച് ക്വസ്റ്റൻസ് നോക്കിപ്പോയി കഴിഞ്ഞാൽ അതേ കോളം തന്നെ നമുക്ക് എക്സാമിന് അതേ രീതിയിൽ അല്ലെങ്കിൽ അതേ ടോപ്പിക്ക് തന്നെ വേറെ രീതിയിൽ വന്നാൽ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റും അതാണ് നമ്മുടെ ഉദ്ദേശം എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്കറിയാത്ത ഒരു സബ്ജക്റ്റാണ് എനിക്കറിയാത്തൊരു ടോപ്പിക്കാണ് ഞാൻ പഠിക്കാത്തൊരു ടോപ്പിക്കാണെന്നൊരു വിഷയം വരരുത് യു ഷുഡ് ഡീൽ ഇറ്റ് യു ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ടു ഡീൽ അല്ലെങ്കിൽ യു ഷുഡ് ബി എന്താ പറയുക you should not panic at that point of time നിങ്ങൾ പാനിക് ആവാൻ പാടില്ല yes cooperation ആണ് നമ്മുടെ ആൻസർ now we are going to the vocab പാർട്ടിലേക്ക് പോവാണ് ubiquitous എന്ന് വെച്ചാൽ സർവ്വവ്യാപി എന്നാണ് അതിന്റെ മീനിങ് വരുന്നത് present or existing everywhere omnipresent pervasive universal ഒക്കെയാണ് ഇതിന്റെ synonyms race scarce limited ആണ് ഇതിന്റെ antonyms ഇനി alacrity എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സാഹം അതായത് eagerness or cheerful readiness to do something ഓക്കെ വില്ലിംഗ്നെസ് എൻതൂസിയാസം റെഡിനെസ് ഒക്കെയാണ് സിനോണിം വരുന്നത് റിലക്റ്റൻസ് അൺവില്ലിംഗ്നെസ് ആൻഡ് അപ്പത്തി ആണ് എന്ത് പറയുന്നത് ഇതിന്റെ ആന്റണിംസ് വരുന്നത് മുൻഡെയിൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ലൗകികമായ അതായത് ലാക്കിംഗ് ഇൻട്രസ്റ്റ് ഓർ എക്സൈറ്റ്മെന്റ് ഡൾ ഭയങ്കര ഒട്ടും താല്പര്യമില്ലാത്ത പോലെ ഓർഡിനറി കോമൺ പ്ലേസ് റുട്ടീൻ ഒക്കെയാണ് ഇതിന്റെ സിനോണിംസ് വരുന്നത് എക്സ്ട്രാ ഓർഡിനറി റിമാർക്കബിൾ അൺയൂഷ്വൽ ഇതിന്റെ ആന്റണിംസ് ആണ് ഇനി കാക്കഫണി എന്ന് വെച്ചാൽ അപസ്വരം കാക്കഫണി എന്ന് വെച്ചാൽ എന്താണ് അപസ്വരം a harsh discordant mixture of sounds din racket clamor എന്നൊക്കെ പറയുന്നതിന്റെ സിനോണിംസ് ആണ് ഹാർമണി സൈലൻസ് പീസ് എന്നൊക്കെ പറയുന്നതിന്റെ ആന്റണിംസ് ആണ് എഫിമെറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷണികമായ ഓക്കെ അതായത് ലാസ്റ്റിംഗ് ഫോർ എ വെരി കുറച്ചു നേരം മാത്രം ക്ഷണികമായ ചില മൂമെന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് പറഞ്ഞാൽ വളരെ കുറച്ചു നേരം മാത്രം നിൽക്കുന്ന സന്തോഷമായ നിമിഷങ്ങൾ ഇപ്പം ചില സമയം നമ്മുടെ എന്താ പറയാ നമ്മളിപ്പം നിങ്ങൾ കണ്ടോണ്ടാ മിസ് വേൾഡ് ഇങ്ങനെ ഇവന്റ്സിന്റെ സമയത്തേക്ക് അവർക്ക് ചിലപ്പം ആ അവർ പേര് മാറി വെച്ചിട്ട് കിരീടം കൊണ്ട് തലയിൽ വെക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും പെട്ടെന്ന് ആ കിരീടം എടുത്ത് മാറ്റുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആ ഒരു നിമിഷം അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു നെക്സ്റ്റ് മൊമെന്റ് ദേ ആർ നോട്ട് അങ്ങനൊരു എക്സ്പീരിയൻസ് ആണ് യെസ് ഭാവന then synonyms as transitory fleeting and temporary antonyms are permanent eternal and everlasting obfuscate എന്ന് വെച്ചാൽ അവ്യക്തമാക്കുക meaning to deliberately make something unclear or difficult to understand confuse obscure cloud എന്നൊക്കെ synonyms ഉപയോഗിക്കാം clarify elucidate explain എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആന്റണിംസ് ഉപയോഗിക്കാം മുൻഡെയിൻ എന്ന് വെച്ചാൽ ലൈക്ക് എന്താ പറയുക മൊണോട്ടണസ് എന്ന ഒരു മീനിങ്ങും വരുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞേക്കുന്ന മീനിങ് അനുസരിച്ച് ഭയങ്കര ഡള്ളായിരിക്കുക അല്ലെങ്കിൽ ഡൾ മൊണോട്ടണസ് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അതേപോലെ അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ചേഞ്ചും ഇല്ല സെയിം എവറി ഡേ എന്നുള്ളൊരു ഫീലിംഗ് ദെൻ
പൾച്രിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ബീങ് ബ്യൂട്ടിഫുൾ, സൗന്ദര്യം, ഫിസിക്കൽ ബ്യൂട്ടി, അട്രാക്റ്റീവ്നെസ്, ലവ്ലിനെസ്, കംപ്ലിനെസ് എന്നൊക്കെ നമുക്ക് പറയുന്നത് ദാറ്റ് സിനോണിംസ്. അഗ്ലിനെസ്, അൺഅട്രാക്റ്റീവ്നെസ്, പ്ലെയിൻനെസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ആന്റണിംസ് ആണ്. സൈക്കോഫാൻ എന്ന് വെച്ചാൽ പാദസേവകൻ, അതൊരു ആളുടെ പേരാണ്. എ പേഴ്സൺ ഹു ആക്ട്സ് ഒബ്വിയസ്ലി ടുവേർഡ്സ് സമ്മൺ ഇമ്പോർട്ടൻറ്റ് ടു ഗെയിൻ അഡ്വാൻസ്. അത് ഒരാളെ നമ്മൾ പറയില്ലേ കാല് പിടിക്കുക, ഇപ്പോൾ ചില മലയാളത്തിൽ കഴുതക്കാല് പിടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല. അതായത് ഒരു കാര്യം കിട്ടാൻ വേണ്ടി നടക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ സിബ്ലിങ്സ് ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അനിയത്തിമാർ വന്ന് ചേച്ചിമാരുടെ കാല് പിടിച്ചിട്ട് ചേച്ചി ആ വിളി കേൾക്കുമ്പോൾ അറിയാം ദർ ഇസ് സംതിങ് ഷീ വാണ്ട്സ് ഫ്രം മീ അല്ലെങ്കിൽ ഫ്രം അസ് അല്ലേ. പെട്ടെന്ന് ഞാൻ മീ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മിസ്സിൻ്റെ അനിയത്തി അങ്ങനെ. മിസ്സിൻ്റെ അനിയത്തിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ ഉള്ളവർക്ക് മനസ്സിലാവും നമുക്കിതിൽ നേടിയെടുക്കാൻ അല്ലെങ്കിൽ നമുക്കിതിൽ വേണം തോന്നുമ്പോൾ നമ്മൾ പോയിട്ട് ഭയങ്കര സ്നേഹം കാണിക്കും, പ്ലീസ് തരുമോ എന്നൊക്കെ ചോദിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടിക്കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇതിനെ അറിയില്ലല്ലോ നീ പൊക്കോ എന്നുള്ള രീതിയിലേക്കാവും. സോ ദാറ്റ് ഇസ് ഇറ്റ്. ബ്രൗൺ നോസർ, ടോഡി, എസ് മാൻ എന്നൊക്കെ സിനോണിംസ് ഉണ്ട്. ക്രിട്ടിക്, അഡ്വേഴ്സറി, ഇൻഡിപെൻഡന്റ് തിങ്കർ ആണ് എൻ്റെ. അജയ് നീ ചിരിച്ചോടാ, എനിക്ക് മനസ്സിലായി നിനക്ക് അവിടെ റീകണക്ട് ആയെന്ന്. റിക്കാൽക്കുട്രേറ്റ് എന്ന് വെച്ചാൽ മമത എന്നാണ്. സ്റ്റബേൺലി റെസിസ്റ്റന്റ് ടു അതോറിറ്റി ഓർ കൺട്രോൾ, അൺട്രൂലി, ഒബ്സ്റ്റിനേറ്റ്, ഡിഫിയന്റ് എന്നാണ് അതിൻ്റെ സിനോണിംസ് വരുന്നത്. കോംപ്ലിമെന്റ്, ഒബീഡിയന്റ്, ഡോസൈൽ എന്നാണ് അതിൻ്റെ ആന്റണിംസ് വരുന്നത്. ഓക്കെ, ദെൻ ലുഗുബ്രിയസ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി ദുഃഖിതനായ അല്ലെങ്കിൽ ദുഃഖമുള്ള അല്ലെങ്കിൽ വിഷമിക്കുന്ന എന്താണ്? ലുക്കിംഗ്, സൗണ്ടിങ് സാഡ്. നമുക്ക് പറയാം ചില സമയം ഒന്നും പറയാൻ പറ്റാതെ നമ്മളിങ്ങനെ മിണ്ടാണ്ടായി പോകുന്ന സിറ്റുവേഷൻ. മോൺഫുൾ, ഗ്ലൂമി, സോറോഫുൾ ആണ് സിനോണിംസ്. ചിയർഫുൾ, ജോയ്ഫുൾ, ഹാപ്പിയാണ് ആന്റണിംസ്. ഡിസ്പെറേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം വ്യക്തമായ, എസ്പെഷ്യലി ഡിഫറെൻറ്റ് കൈൻഡ്, നോട്ട് അലവിങ്, വ്യത്യസ്തമായ, അത് നമുക്ക് റിലേറ്റബിൾ ആയിരിക്കില്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും, കാണാൻ വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഡിസ്റ്റിങ്ക്റ്റസ്, ഡൈവേഴ്സ്, കോൺട്രാസ്റ്റിംഗ് ആണ് സിനോണിംസ്. സിമിലർ, അലൈക്ക്, കമ്പയറബിൾ ആണ് അതിൻ്റെ ആന്റണിംസ് വരുന്നത്. ഫാസ്റ്റീഡിയസ് എന്ന് വെച്ചാൽ അമിതമായ ശ്രദ്ധാലുക്കൾ, അതായത് ഭയങ്കര ഒരു പരിധിക്ക് അപ്പുറം ഭയങ്കര ശ്രദ്ധാലുമായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ നോർത്ത് 24 കാലത്തിലെ ഫഹദ് ഫാസിലിന്റെ റോൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹി ഈസ് വെരി വെരി കോഷ്യസ്, എന്ത് ചെയ്താലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കും അല്ലേ. ദെൻ വെരി അറ്റൻറ്റീവ് ടു ആൻഡ് കൺസേൺഡ് അബൌട്ട് ആക്യുറസി ആൻഡ് ഡീറ്റെയിൽ. സിനോണിംസ് മെറ്റിക്കുലസ്, ഫസ്സി, പെർട്ടിക്കുലർ. ആന്റണിംസ് കെയർലെസ്, ഈസി ഗോയിങ് ആൻഡ് ഇൻഡിഫറൻറ്റ്. ഇൻഎഫബിൾ എന്ന് വെച്ചാൽ വിവരണാതീതമായ, വിവരിക്കാൻ കഴിയാത്ത. ചില സമയങ്ങളിൽ എനിക്ക് നിന്നെ വിവരിക്കാൻ പോലും പറ്റില്ല, നീ അത്ര സൂപ്പറാണെന്നൊക്കെ ചുമ്മാതാ, എന്നാലും അവരങ്ങനെ പറയും നിന്റെ വിവരണങ്ങൾക്കും അതിലും മുകളിലാണ് നീ എന്നൊക്കെ പറയില്ലേ. ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ്, എക്സ്ട്രീം, ടു ബി എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ്. ഇൻഡിസ്ക്രൈബിൾ, ഇൻഎക്സ്പ്രസിബിൾ, അൺസ്പീക്കബിൾ. ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് ഫീൽ ചെയ്യുന്ന ഒരു ദിവസം വരും, നിങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസം. യു വിൽ ബി ഇൻഎഫബിൾ, ലൈക്ക് യു കാൺട്ട് ഈവൻ എക്സ്പ്രസ് വാട്ട് യു ഫീൽ. ഞാൻ പറഞ്ഞത് എന്താ സംഭവിക്കാന്ന്, നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നു, പെട്ടെന്ന് റിസൾട്ട് വരുന്നു എന്ന് അറിയുന്നു, നിങ്ങൾ കയറുന്നു, നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നു, സഡൻലി നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങളുടെ പേര് കാണുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, യു കാണ്ട്, നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് സന്തോഷം വരുന്നു, നിങ്ങൾക്ക് സന്തോഷം സങ്കടം നിങ്ങളുടെ കണ്ണ് നിറയുമായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പഠിച്ചതിനും കഷ്ടപ്പെട്ടതിനും എഫേർട്ട് ഇട്ടതിനും സമയം ഒരുപാട് വേറെ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയം ഞാൻ അത്രയും ഇതിന് വേണ്ടി ഇട്ടതിനൊക്കെ ഉള്ള റിസൾട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഗൂസ് ബംസ് വരും, നിങ്ങൾക്ക് ഷിവറിങ് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നും. ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ഡിയറസ്റ്റ് ആൻഡ് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടി ഇങ്ങനെ നിങ്ങളുടെ ചുറ്റും നിൽക്കുക. നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ഹൂം എവർ ഇറ്റ് ഈസ്, they will be standing near you, they will be congratulating you, നിങ്ങളെ ഹഗ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ ടാപ്പ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക സ്നേഹം കൊണ്ട് പോയിരുന്നുണ്ടാവും. അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങളെ നെഗ്ലക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞാൽ, നിങ്ങളെ ചീത്ത പറഞ്ഞ ആൾക്കാരെല്ലാം ഓടി വന്നിട്ട് അയ്യോ ഒന്ന് കിട്ടിയോ, സോ സന്തോഷം, ഭയങ്കര കാര്യം. പിന്നെ അവിടെ നിങ്ങളെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ച് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ആഘോഷിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ സ്റ്റോറി ഇടാൻ തുടങ്ങും, ഓ ഷീ ഗോട്ട് ഇറ്റ്, പ്രൗഡ് ഓഫ് യു മൈ ഡിയർ വൺ, യു ഡിഡ് ഇറ്റ് ആഫ്റ്റർ ഓൾ ദ സ്ട്രഗിൾസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ സ്റ്റോറി ഇടുന്നു. ആക്ച്വലി ഒരു ഭയങ്കര ഹാപ്പി മൂമെന്റ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ് പോയിന്റ്. കാരണം അന്ന് നിങ്ങളെല്ലാവരും ഇത്രയും ഹാപ്പി ആവുന്നതിന് ഒരു ചെറിയ പാർട്ട് എനിക്കാവാൻ പറ്റിയാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ ഇതിനെ കട്ടു താങ്ങാൻ പറ്റില്ല. ഓക്കെ അജയ്, എന്നാൽ ഞാനിവിടെ നിർത്താം. ഞാൻ എൻ്റെ സന്തോഷം ഷെയർ ചെയ്തതാണ്. ഇനി എപ്പിസ്റ്റോൾ എന്ന് വെച്ചാൽ കത്തിന് രൂപത്തിൽ ഒരു കത്ത് പോലെ എഴുതുന്നതിന് നമ്മൾ എപ്പിസ്റ്റോൾ എന്ന് പറയുന്നത്. റിലേറ്റിംഗ് ടു റൈറ്റിംഗ് ഓഫ് ലെറ്റേഴ്സ്, ലിറ്റററി വർക്ക്സ് ഓഫ് ഫോംസ് ഓഫ് ലെറ്റേഴ്സ്, കോറസ്പോണ്ടൻസ് ബേസ്, ലെറ്റർ ബേസ് എന്നൊക്കെ സിനോണിം ഉപയോഗിക്കാം. നോൺ കോറസ്പോണ്ടൻസ് ഡയറക്റ്റ് എന്നൊക്കെ നമുക്ക് ആന്റണിംസ് ഉപയോഗിക്കാം. And trepidation എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറയൽ, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഷിവറിംഗ് വരിക. എ ഫീലിംഗ് ഓഫ് ഫിയർ, അഗിറ്റേഷൻ അബൌട്ട് സംതിങ് ദാറ്റ് മേ ഹാപ്പൻ. അത് നിങ്ങൾ വണ്ടി ഓടിച്ച് പോകണം, സഡൻലി നിങ്ങൾ താഴെ ഒരു പട്ടി അവിടെ നിൽക്കുകയാണ്, നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്നെങ്കിൽ ആ പട്ടി ചാടി നിങ്ങളെ കടിക്കാനായിട്ട് പോകുന്നു, നിങ്ങൾ പെട്ടെന്ന് ഞെട്ടും, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ആ പട്ടി ചാടി വരുന്നു. പക്ഷേ നിങ്ങളത് കാണുമ്പോഴേക്കും യു സ്റ്റാർട്ട് ഹാവിങ് സോ മച്ച് ഓഫ് ഫിയർ. നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, ബട്ട് നിങ്ങൾ ഭയങ്കര സ്പീഡിൽ ആക്സിലേറ്റർ കൊടുക്കുന്നു, ഫ്രണ്ടിലേക്ക് പോകുന്നു. ആ ഒരു മൊമെന്റ് നിങ്ങൾ ഫീൽ ചെയ്യുന്നതാണ് ഈ ട്രെപ്പഡേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു ഫീലിംഗ് ഓഫ് ഫിയർ വരുന്നു. ആങ്സൈറ്റി, അപ്രഹെൻഷൻ, ഡ്രെഡ് എന്നൊക്കെ സിനോണിംസ് ഉണ്ട്. ക്ലാംനെസ്, അഷുറൻസ്, കോൺഫിഡൻസ് ഇതിന്റെ ആന്റണിംസ് ആണ്. ഓക്കെ, ദെൻ അക്യൂസിക് എന്ന് വെച്ചാൽ അംഗീകരിക്കുക. ടു അക്സെപ്റ്റ് സംതിങ് റിലക്റ്റൻ്റ്ലി ബട്ട് വിത്തൗട്ട് പ്രൊട്ടസ്റ്റ്. കംപ്ലൈ, കൺസീഡ്, എഗ്രി എന്നാണ് സിനോണിംസ് വരുന്നത്. റെസിസ്റ്റ്, റിജക്ട്, ഒപ്പോസ് ഒക്കെ അതിന്റെ ആന്റണിംസ് ആണ്. ഇനി ബെനവലന്റ്, പരോപകാരി, ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. വെൽ മീനിങ് ആൻഡ് കൈൻഡ്ലി. ചാരിറ്റബിൾ, കൈൻഡ് ഹാർട്ടഡ്, ജനറസ് എന്നൊക്കെ സിനോണിംസ് ഉണ്ട്.
മാലന്റ്, അൺകൈൻഡ്, ക്രൂവൽ എന്ന ആന്റണിംസ് ഉണ്ട്. ഇനി കോഗ്നിസന്റ് എന്ന് വെച്ചാൽ അറിവുള്ള, ഹാവിംഗ് നോളജ് ഓർ ബീയിങ് അവെയർ ഓഫ്, അവെയർ, ഇൻഫോംഡ്, കോൺഷ്യസ്, അൺഅവെയർ, ഇഗ്നോറന്റ്, ഒബ്ലിവിയസ് എന്നൊക്കെ ആന്റണിംസ് ഉണ്ട്. ഡിസ്പറേജ് എന്ന് വെച്ചാൽ ന്യൂനീകരിക്കുക. ഓക്കെ, ടു റിഗാർഡ് ഓർ റെപ്രസെന്റ് ആസ് ബീയിങ് എ ലിറ്റിൽ ഓഫ് വർത്ത്, കുറച്ച് മാത്രം വർത്ത് ഉള്ള രീതിയിൽ കാണുക. ബി ലിറ്റിൽ ചെയ്യുക, ഡിപ്രിഷിയേറ്റ് ചെയ്യുക, ഡെനിഗ്രേറ്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് ഇതിന്റെ സിനണിംസ് ഉപയോഗിക്കാം. പ്രൈസ്, കമന്റ്, എക്സാൾട്ട് എന്നൊക്കെ ഇതിന്റെ ആന്റണിംസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി എനർവേറ്റ് എന്ന് വെച്ചാൽ ആവേശഭരിതനായി, ആവേശഭരിതരാവുക. ഒരു സിനിമയൊക്കെ റിലീസ് ആവുന്ന പറയുന്നത് ഭയങ്കര ആവേശമായിരിക്കും അത് പോയി കാണാൻ, ഫസ്റ്റ് ഷോ കാണാനായിട്ട്. ടു വീക്കൻ ഓർ ഡ്രെയിൻ ഓഫ് എനർജി. പക്ഷേ അതേസമയം ആ മീനിങ് ആവേശഭരിതനാവുന്ന വെച്ചാൽ പെട്ടെന്നൊരു ആവേശം ഉണ്ടാകും, പെട്ടെന്ന് നമ്മളങ്ങ് തളർന്നു പോകും. മലയാളത്തിൻ്റെ വേറൊരു വേർഡ് കൂടി ഇതിൻ്റെ മീനിങ് ആയിട്ട് വരും. ആ വേർഡ് എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. സോ ആ ഒരു വേർഡ് കൂടെ ഉണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതിൻ്റെ എക്സാക്ട് ഇംഗ്ലീഷിൻ്റെ മീനിങ് വരുന്നൊരു മലയാളം വാക്കുണ്ട്. എക്സോസ്റ്റ്, ഫറ്റീഗ്, സാപ്പ് എന്നാണ് സിനണിംസ് വരുന്നത്. എനർജൈസ്, ഇന്നോവേറ്റ്, അതിൽ ആവേശഭരിതൻ ആയി എന്ന് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു ആവേശം, ദെൻ പെട്ടെന്ന് അത് സഡൻലി ഇല്ലാണ്ടായി ഡ്രോപ്പ് ചെയ്ത് പോവുക. അതായത് ഡ്രെയിൻ ഓഫ് എനർജി, ആ ആവേശം കംപ്ലീറ്റ്ലി ഒറ്റയടിക്ക് ഇല്ലാണ്ടാവുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ദെൻ ഫ്യൂരിറ്റി എന്ന് വെച്ചാൽ രഹസ്യമായ, ഗൂഢമായ. ഓക്കെ, അറ്റംപ്റ്റിംഗ് ടു അവോയ്ഡ് നോട്ടീസ് അറ്റൻഷൻ ടിപ്പിക്കലി ബിക്കോസ് ഗിൽട്ട് ഓർ ബിലീവ് ദാറ്റ് ഡിസ്കവറി വുഡ് ലീഡ് ടു ട്രബിൾ. അത് ഭയങ്കര ഗൂഢമായ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരും എന്നുള്ള രീതിയിൽ ഭയങ്കര ആരും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. സിനണിം, സീക്രട്ടീവ്, സ്റ്റെൽത്തി, കാൻഡസന്റ് ആൻഡ് ആന്റണിമസ്, ഓപ്പൺ, ഓണസ്റ്റ് ആൻഡ് ഓവേർട്ട്. ഹാങ് എന്ന് വെച്ചാൽ നഷ്ടപ്പെടും. അതായത് എ ലെങ്തി ആൻഡ് അഗ്രസീവ് സ്പീച്ച്, ഭയങ്കര എന്താ പറയുക, ആക്ച്വലി നഷ്ടപ്പെടുന്നല്ല കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള മീനിങ്, മലയാളം മീനിങ് വേറൊരു സാധനമാണ്. ഞാനത് നിങ്ങൾക്ക് ഐ ഡെഫിനറ്റ്ലി ഗെറ്റ് ബാക്ക് ടു യു വിത്ത് ദാറ്റ് മീനിങ്. ഇപ്പം നിങ്ങൾ അതിൻ്റെ മലയാളം മീനിങ് നോക്കേണ്ട, നഷ്ടപ്പെടും എന്നല്ല, ശരിക്കും ഒരു പക്ക മലയാളം വേർഡ് വരാറുണ്ട്. ഇനി ഐ ഗെറ്റ് ടു യു. ലെങ്തി അഗ്രസീവ് സ്പീച്ച് എന്നാണ് പറയുന്നത്, മാത്രം പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു ദ നെക്സ്റ്റ് പോയിന്റ്, സിനണിംസ് ടു റൈറ്റ്. ഡയട്രൈബ്. ഡയട്രൈബ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഐ നോ നമ്മൾ സൈലം റേവിൽ ഡയട്രൈബ് എന്നൊരു വേർഡ് പഠിച്ചിട്ടുണ്ട്. നിങ്ങളത് പോയി നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് മലയാളം വേർഡ് ഉണ്ടാവും. ആന്റണിം, ബ്രീഫ്, സ്പീച്ച്, കാം, ഡിസ്കഷൻ, പ്രൈസ്. ദെൻ ഇൻസീഡിയസ്, വഞ്ചനാപരമായ, അതായത് പ്രൊസീഡിംഗ് ഇൻ ഗ്രാജുവൽ സട്ടൽ വേ വിത്ത് ഹാംഫുൾ എഫക്ട്സ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. സ്റ്റെൽത്തി, സൂപ്പർസ്റ്റിഷ്യസ്, ഡിസെപ്റ്റീവ് എന്നാണ് സിനണിംസ് വരുന്നത്. ആന്റണിം, ഹോണസ്റ്റ്, സ്ട്രേറ്റ് ഫോർവേഡ്, ഓപ്പൺ. ഇവിടെ ഇറങ്ങാറായില്ലേ മിസ്സേ എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ ഇതുകൊണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇന്നത്തെ ഇതെല്ലാം നിങ്ങൾക്ക് എവിടെ കിട്ടും? ഓൾറൗണ്ട് ഇംഗ്ലീഷ് ഓൾറൗണ്ട് വിത്ത് രേവതി എന്ന എൻ്റെ ടെലഗ്രാം ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ PDF കിട്ടുന്നതായിരിക്കും. സോ അവിടെ വന്നാൽ മതി, PDF വിൽ ബി ദെയർ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ RBI അസിസ്റ്റന്റിന്റെ ബാച്ച് തുടങ്ങാൻ പോവുകയാണ്. SBI ക്ലർക്കിന്റെ ബാച്ച് തുടങ്ങാൻ പോകുന്നത് നവംബർ 20 and 21 ആയിട്ട്. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൽ ജോയിൻ ചെയ്യാം. RBI അസിസ്റ്റന്റ് ആവാം, SBI ക്ലർക്ക് ആവാം, എന്ത് ചെയ്യണം? താഴെയുള്ള ഗൂഗിൾ ഫോം ഉറപ്പായിട്ട് ഫില്ല് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ നന്നായിട്ട് പഠിക്കുക, ഫിസിക്കലി മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കുക, കൺസിസ്റ്റന്റ് ആയിരിക്കുക, സെൽഫ് ഡൗട്ട് ഇല്ലാതെ ജോലി കിട്ടും എന്ന് ഉറച്ച് വിശ്വസിക്കുക. അടുത്ത Xylem RAVE എപ്പിസോഡ് 13 കാണാം. നന്നായിട്ട് പഠിക്കുക, ക്ലാസ് കാണുക മാത്രമല്ല, ഓഫ് കോഴ്സ് നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഫീഡ്ബാക്സും എന്നെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ, ടേക്ക് കെയർ. So happy that you guys were here.